നാവിയോ ക്രാഫ്റ്റ് 2026 മാറുന്ന മൊഴി എന്ന സെഷനിലേക്ക് എല്ലാവർക്കും എൻ്റെ വകയും കൂടി സ്വാഗതം. ഇവിടെ പരിചയപ്പെടുത്തതുപോലെ പരിഭാഷ എന്ന വിശാലമായ ഭൂമികയിൽ സ്വന്തം വഴി അടയാളപ്പെടുത്തിയിട്ടുള്ള 3 ഇവിടെ നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത്. ഇവരുടെ അനുഭവങ്ങളും ഇത് പങ്കുവയ്ക്കുവാൻ, അത് കേൾക്കുവാൻ നിങ്ങളെ പോലെ തന്നെ ഞാനും കൗതുകത്തോടെ തയ്യാറെടുക്കുകയാണ്. സുനിലാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ക്രാഫ്റ്റ് ഇത്തവണ പരിഭാഷ എന്നൊരെണ്ണത്തിലേക്ക് സീറോ ഇൻ ചെയ്തത്, പരിഭാഷ എന്നൊരു ഇത് തിരഞ്ഞെടുത്തത് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിൽ പലരും കഥ എഴുതുന്നവരോ കവിത എഴുതുന്നവരോ അല്ലെങ്കിൽ പാട്ടുകാരോ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് വിവർത്തകർ അല്ലാതെ ആർക്കും മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. എല്ലാവരും ഏതെങ്കിലും സമയത്ത് വിവർത്തനം എന്ന മേഖലയിലേക്ക് കടന്നിട്ടുണ്ടാവണം. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഒരു വ്യാപ്തിയുള്ള ഒരു മേഖല തന്നെയാണ് പരിഭാഷ എന്നെനിക്ക് തോന്നുന്നു. എല്ലാവരും പറയും വാക്ക് മാറരുത്, ഉറച്ച വാക്കായിരിക്കണം എന്നൊക്കെ. ഇതിൽ മാറുന്ന മൊഴി എന്ന് പറയുമ്പോൾ, പക്ഷെ മൊഴി എന്നൊരനുഭവം അത് അതിൻ്റെ സൗന്ദര്യം ചോരാതെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ, ഒഴുകുമ്പോൾ, വളരുമ്പോൾ ആണ് വിവർത്തനം എന്ന കല ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തവണ ഈ മനുഷ്യ സമൂഹങ്ങളെ, ഭാഷയെ, രാജ്യങ്ങളുടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അതിർത്തി തകർക്കുക എന്നുള്ളൊരു മഹനീയമായിട്ടുള്ള പ്രക്രിയയാണ് നിശബ്ദമായിട്ട് ആഘോഷിക്കപ്പെടാതെ ഈ പരിഭാഷക സമൂഹം ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രാഫ്റ്റ് ഇത്തവണ വിചാരിച്ചു പരിഭാഷ ഒരു വിഷയമായിട്ട് തന്നെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. ഞാൻ ആദ്യം ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർ സന്തോഷ് അലക്സിൻ്റെ ഇത് പറയുമ്പോൾ നമ്മൾ 3 പേരും വളരെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ പരിഭാഷ ചെയ്യണവരാണ് കേട്ടോ. സുനിൽ ആക്ച്വലി ഒരു ബംഗാളിൽ നിന്ന്, നമ്മുടെ മലയാളത്തിൻ്റെ സഹോദര ഭാഷ എന്ന് തന്നെ കരുതാവുന്ന ബംഗാളിയിൽ നിന്നാണ് എക്സ്റ്റെൻസീവായിട്ട് മലയാളത്തിലേക്ക്, ഒരു പ്രാദേശിക ഭാഷയിൽ നിന്ന് വേറൊന്നിലേക്ക് ധാരാളം മൊഴിമാറ്റം ചെയ്തിട്ടുള്ള ആളാണ് സുനിൽ. സന്തോഷ് അലക്സ് ആണെങ്കിൽ ബഹുഭാഷാ പണ്ഡിതനാണ്. കൂടാതെ അദ്ദേഹം കൊച്ചിയിലത്തെ ഒരു ആദ്യ സംരംഭമായിട്ടുള്ള ട്രാൻസ്ലേഷൻ അക്കാഡമിയുടെ നായകൻ കൂടിയാണ്. അദ്ദേഹം ഒരുപാട് അക്കാഡമിക് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ട്രാൻസ്ലേഷൻ മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് തന്നെ നമുക്കറിയാം. പ്രേമയാണെങ്കിൽ മലയാളത്തിലെ എണ്ണപ്പെട്ട പല കൃതികളും, പാണ്ഡവപുരം, മാടമ്പിൻ്റെ കൃതികൾ, ഭ്രഷ്ട്, അതുപോലെയുള്ളത്, ഇങ്ങനെ തീക്കടൽ കടഞ്ഞ് തിരുമധുരം, ഇങ്ങനെ പലതും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഇങ്ങനെ ഒരു പ്രത്യേക കോമ്പിനേഷനാണ് നമ്മുടെ പാനലിലുള്ളത്. ഇതിൽ ആദ്യത്തെ ചോദ്യം എനിക്ക് 3 പേരോടും കൂടിയാണ്. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക്, വളരെ ജനറലായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് നിങ്ങൾ വന്നത്? ഇതാണ് വിവർത്തനമാണ് എൻ്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞത്. അതൊരു ബോധപൂർവമായിട്ടുള്ള തിരഞ്ഞെടുപ്പായിരുന്നോ അതോ എങ്ങനെയായിരുന്നു എന്നുള്ളത് മേ ബി പ്രേമ ക്യാൻ സ്റ്റാർട്ട്. ഒരു തിരഞ്ഞെടുപ്പും ഇതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ബിക്കോസ് ഞാൻ ഇത് പ്രൊഫഷണലായിട്ടല്ല തുടങ്ങിയത്. ഈ ടീനേജിൽ നമ്മളൊരു പുസ്തകം വായിച്ചാൽ നാട്ടുകാരോടൊക്കെ അതിനെപ്പറ്റി ഇഷ്ടമായതാണെങ്കിൽ പറഞ്ഞു നടക്കുക എന്നുണ്ടല്ലോ. അങ്ങനെ കോളേജ് പഠിക്കുന്ന കാലത്ത് അശ്വത്ഥാമാവ് വായിച്ചിട്ട് ഇട്ടിച്ചേരിയുടെ ക്യാരക്ടർ ഇഷ്ടമായിട്ട് അതിനെപ്പറ്റി ഒരുപാട് വർത്തമാനം പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു ആ പുസ്തകം വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവർക്ക് ആർക്കും മലയാളം അറിയില്ല, മലയാളികളുണ്ടെങ്കിലും. അങ്ങനെ ഒരു പുസ്തകം വെറുതെ ഇരിക്കുമ്പോൾ ചെയ്തതാണ്. എങ്ങനെയൊക്കെയോ അത് പബ്ലിഷ് ചെയ്തു. അപ്പോൾ തോന്നി ഓക്കെ ഇത് ചെയ്യാമല്ലോ, എനിക്ക് ഭാഷകളെല്ലാം ഇഷ്ടമാണ്. അപ്പം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ചെയ്യാൻ രസമാണല്ലോ എന്ന് തോന്നിയിട്ട് യക്ഷി ചെയ്തു 2ാമത്. പിന്നെ ഇതുപോലെ കുറച്ച് സമയമുള്ളപ്പോൾ പാണ്ഡവം, അങ്ങനെ ഒരു ആക്സിഡൻ്റലി ഇതിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. പബ്ലിഷിങ്ങും അതേപോലെ പ്യോർ സെറൻഡിപ്പിറ്റി ആയിരുന്നു. ആരുടെയൊക്കെയോ കൈമാറി അതൊരു പബ്ലിഷറുടെ അടുത്തെത്തി, അത് പബ്ലിഷ്, അങ്ങനെ ഒരു ഇതായിരുന്നു. ഒരു ആക്സിഡൻ്റൽ ട്രാൻസ്ലേറ്റർ പ്രൊഫഷണലാണ് ഞാൻ.
എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 92-94 കാലഘട്ടത്തിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ MA ഹിന്ദിയോടൊപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ രാവിലെ 8 മുതൽ 9 മണി വരെയാണ്. അതിനുശേഷം മുഴുവൻ ദിവസവും എനിക്ക് എൻ്റെ കയ്യിൽ സമയമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഈ പഠിച്ച ട്രാൻസ്ലേഷൻ തിയറി അത് പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന ചിന്തയിൽ നിന്ന് ഞാൻ ഏറ്റവും ആദ്യം തുടങ്ങിയത് NS മാധവൻ്റെ തിരുത്ത് എന്ന് പറഞ്ഞ മനോഹരമായ ഒരു കഥയിലൂടെയാണ്. എന്നാൽ പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായ ആ ട്രാൻസ്ലേഷൻ അട്ടർ ഫ്ലോപ്പ എന്നുള്ളത് എൻ്റെ ഗുരുനാഥനായ അരവിന്ദാക്ഷൻ സാറിനെ കാണിച്ചു. അപ്പം ചെറിയ കഥകളിലൂടെ ചെയ്യണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം ഞാൻ മാധവക്കുട്ടിയുടെ കോലാട് എന്ന് പറഞ്ഞ ചെറിയൊരു കഥ, ഒറ്റ പേജേ ഉള്ളു, അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് രവിപുരത്തുള്ള മാധവക്കുട്ടിയുടെ ഫ്ലാറ്റിൽ ചെന്നവരെ കാണുകയും അപ്പോൾ അവരേത് കഥയാണ് ചെയ്തതെന്ന് ചോദിച്ചു, എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അതൊക്കെ പറഞ്ഞതിന് ശേഷം ആ കഥ ഒരു പാരഗ്രാഫ് വായിക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ചെറിയൊരു കഥയാണ്, 4 പാരഗ്രാഫേ ഉള്ളൂ. ഞാനത് മൊത്തം ഹിന്ദിയിൽ വായിച്ചു. അപ്പോൾ വായിച്ചതിന് ശേഷം അവർ പറഞ്ഞു നന്നായിട്ടുണ്ട് ട്രാൻസ്ലേഷൻ. അവരുടെ കുറേ കാലത്തെ ജീവിതം കൽക്കട്ടയിലായിരുന്നുകൊണ്ട് ഹിന്ദി നന്നായിട്ട് അറിയാം, സംസാരിക്കാൻ അത്ര അറിയില്ല എങ്കിലും നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് അവർക്ക് അക്സെപ്റ്റബിളായി തോന്നി. എനിക്ക് എൻ്റെ ആദ്യത്തെ ട്രാൻസ്ലേഷനും ആദ്യത്തെ ഒരു പെർമിഷൻ ലെറ്ററും ലഭിക്കുന്നത് മാധവക്കുട്ടിയിൽ നിന്നാണ്. അത് ഹിന്ദിയിലേക്കാണ് ചെയ്തത്? ഹിന്ദിയിലേക്കാണ്, മലയാളം ടു ഹിന്ദി. നമസ്കാരം. ഞാൻ പകുതി ബോധപൂർവവും പകുതി അബോധപൂർവവും വിവർത്തന രംഗത്തെത്തിയൊരു കക്ഷിയാണ്. സുദീർഘമായ ഒരു 20 വർഷക്കാലം കഴിഞ്ഞത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിൽ നിന്ന് 2000-ൽ കേരളത്തിലേക്ക് മടങ്ങിയെത്തുകയും തൃപ്പൂണിത്തുറയിൽ താമസമാക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ വിവർത്തനം ഒരു ഗൗരവമുള്ള ഒരു മേഖലയായി കാണുന്നതും വിവർത്തനം വളരെ ഗൗരവത്തോടെ സമീപിക്കാൻ തുടങ്ങുന്നതും അതിന് ശേഷമാണ്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മാതൃഭൂമി തുടർച്ചയായിട്ട് എല്ലാ കാലത്തും വിവർത്തനങ്ങൾക്ക് വലിയ ഇടം നൽകിയ ഒരു പ്രസിദ്ധീകരണം മാതൃഭൂമിയാണ്. അപ്പോൾ അവർ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ആദ്യമായിട്ടൊരു കഥ അവരുടെ ഗൃഹലക്ഷ്മി മാസികയിൽ ചെയ്തു കൊടുക്കുന്നത്. അതിന് വലിയ വായനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം കൂടുതൽ ചെയ്യാൻ പ്രേരിപ്പിച്ചു. അതിലുപരി ഞാൻ ബംഗാളിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ആ ദേശത്തെ, ആ സംസ്കാരത്തെ, ആ നാടിനെ തന്നെയും വല്ലാണ്ട് മിസ് ചെയ്തിരുന്നു. ആ മിസ് ചെയ്ത ഒരു വൈകാരികതയെ തൊട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ ഒരു പേഴ്സണൽ ലെവലിൽ വ്യക്തിപരമായിട്ട് കൂടുതൽ വിവർത്തനങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. സത്യത്തിൽ പത്രപ്രവർത്തനമായിരുന്നു എൻ്റെ ഒരു വലിയ ഇഷ്ടമുള്ള മേഖല. ഏറെക്കാലം തുടർന്നതും പത്രപ്രവർത്തന രംഗത്തായിരുന്നു. പക്ഷേ പിന്നീട് ഒരു വഴിമാറ്റം സംഭവിച്ചത് കേരളത്തിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ്. ദീർഘകാലം ബംഗാളിൽ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആ കാലയളവിൽ ആകെ ചെയ്ത ഒരേ ഒരു കഥ മാത്രമാണ്. ബംഗാളിൽ നിന്ന് ചെയ്ത ആദ്യത്തെ കഥയും ഒരേ ഒരു കഥയും ബംഗാളിൽ നിന്ന് ചെയ്ത് ആ 20 വർഷക്കാലത്ത് ചെയ്തത് ഒരേ ഒരു വർക്ക് മാത്രമാണ്. പക്ഷേ തുടർന്ന് ഇങ്ങോട്ട് ഒന്ന് ചെയ്തു. പിന്നെ തുടർച്ചയായിട്ട് ആ പബ്ലിഷേഴ്സും വായനക്കാരും ഒരു സ്വന്തം നിലയ്ക്കുള്ള ഒരു താല്പര്യം കൂടി മുൻനിർത്തിയാണ് അതിനൊരു തുടർച്ച സംഭവിച്ചത്. അത് ഇപ്പോഴും തെറ്റില്ലാതെ തുടരാൻ പറ്റുന്നു എന്നുള്ളത് എൻ്റെ മികവായിട്ടല്ല കാണുന്നത്. ബംഗാളി സാഹിത്യത്തിന്, ബംഗാളിൽ നിന്ന് എത്തുന്ന എല്ലാത്തരം അക്ഷരങ്ങൾക്കും ഒരു മലയാളികളുടെ വലിയ പിന്തുണ, വായനാ സമൂഹത്തിൻ്റെ വലിയ ഒരു വൈകാരികമായ ഏറ്റെടുക്കൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എനിക്കത് സാധിച്ചത് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അടുത്ത ചോദ്യം ഞാൻ പ്രേമോടാണ് ചോദിക്കണേ. ബിക്കോസ് പ്രേമയാണ് പ്രാദേശിക ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഒരുപാടെണ്ണം ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇതിനൊരു ഇരട്ടത്താപ്പ് നയം പോലെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ക്ലാസിക്കുകളുടെയൊക്കെ മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങൾ, നാലപ്പാട്ടിൻ്റെ പാവങ്ങൾ എന്നാണ് നമ്മൾ മലയാളികൾ കേട്ടേക്കുന്നത്. അതേപോലെ വലിയ ക്ലാസിക്കുകൾ, കനപ്പെട്ട കൃതികൾ മലയാളത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് കിട്ടുന്നതിനേക്കാട്ടിലൊക്കെ ഒരുപാട് അംഗീകാരം ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയതുകൊണ്ടോ എന്തോ മലയാളത്തിലെ ചെറിയ കൃതികൾ പോലും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ കുറച്ചും കൂടി അറിയപ്പെടുകയും അവർക്ക് കുറേ കൂടി അംഗീകാരങ്ങളും പബ്ലിഷേഴ്സിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെയുള്ള കുറച്ചും കൂടി ഈ കാലത്ത് അത് കുറച്ച് അധികമായിട്ട് കണ്ടു. അപ്പോൾ ഈ ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ എന്ന് പറയണ പോലെ അല്ല എന്നെനിക്ക് തോന്നാറുണ്ട് അതിൻ്റെ കാര്യം. എങ്ങനെ അതിനെപ്പറ്റി ഒന്ന്? അല്ല, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് മലയാളത്തിലെ കൃതികൾ
ദേ കെൻ റിയലി ഹോൾഡ് ദെയർ ഓൺ ബാക്കി ഭാഷകളിലെ കൃതികൾ. ഇംഗ്ലീഷിലൊക്കെ ഉള്ളതുമായി തന്നെ നല്ല കഥകളും നല്ല നോവലുകളും നല്ല കവിതകളും നമുക്കുണ്ടെന്ന്. പക്ഷെ നമ്മളുടെ ഭാഷ അറിയുന്നവർ വളരെ കുറവല്ലേ. ഒരു ചെറിയ പ്രദേശത്ത് മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷ ആയതുകൊണ്ട് ഈ എഴുത്തുകാരെ പറ്റി പുറത്തൊന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ വേറൊരു ഭാഷയിലായ ഈവൻ ഹിന്ദിയിലേക്ക് ചെയ്താൽ തന്നെ കുറേ പേരെങ്കിലും അറിയും, ഇംഗ്ലീഷിലേക്ക് ചെയ്താലും കുറേ പേര് അറിയും. ആൻഡ് സർപ്രൈസിംഗ്ലി പുതിയ ജനറേഷൻ വായിക്കണമെങ്കിലാണ് എൻ്റെ ട്രാൻസ്ലേഷൻസ് പലതും അധികം വിൽക്കുന്നത് കേരളത്തിലാണ്. കാരണം പുതിയ ജനറേഷൻ വായിക്കുന്നത് ഇംഗ്ലീഷാണ്. അവർക്ക് മലയാളം അറിയാമായിരിക്കും, പക്ഷെ അവർ വായിക്കുന്നത് നോവലൊക്കെ വായിക്കുന്നത് ഇംഗ്ലീഷിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറേ പേരെങ്കിലും. എസ്പെഷ്യലി കാഷ്വൽ റീഡേഴ്സ്, ഐ മീൻ നല്ല ഇൻ്റലക്ച്വൽ ഇത് വായിക്കുന്ന ആളുകളെ പറ്റി അല്ല ഞാൻ പറയുന്നത്. കാഷ്വലായിട്ടൊരു പുസ്തകം എടുത്ത് വായിക്കുന്നവർ പലരും ഇംഗ്ലീഷാണ് വായിക്കുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക, മാറ്റർ ഓഫ് പ്രൈഡ്. എൻ്റെ ഭാഷയിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയ അഹംഭാവമെന്നോ എന്താ വെച്ചാൽ പറയാം, അതുകൂടി ഉണ്ട്. അവസാനം ആദ്യമൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തതാണ്. ഭാഷകൾ ഇഷ്ടമായതുകൊണ്ട് ഈ വാക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ വരും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷെ പിന്നെ 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 കുറച്ചൊരു മിഷനറീസിയിലൂടെ ഇതിലുണ്ട് തോന്നുന്നു എനിക്ക്. പല പ്രാവശ്യം ക്രോസ് വേർഡ് പുരസ്കാരത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക, അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? 3 പുസ്തകങ്ങൾ ക്രോസ് വേർഡ് അവാർഡിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഇറ്റ് വാസ് നോട്ട് റിയലി ബിക്കോസ് അതർ പീപ്പിൾ ഗോട്ട്, ബട്ട് എനിവേ ഇറ്റ് വാസ് എ നൈസ് തിങ്. ഓക്കെ, ബട്ട് ദെൻ ഇറ്റ് ഈസ് എ റെക്കഗ്നേഷൻ ആഫ്റ്റർ ഓൾ. ഇത്രയും ഭാഷകളിൽ നിന്നുള്ള പുസ്തകങ്ങൾ അത് പക്ഷേ ഇംഗ്ലീഷിലേക്കുള്ള ഇതിന് മാത്രമാണ്. അപ്പോൾ അത് ദി കൺസിഡേർഡ് മീ എന്നുള്ളത് തന്നെ ഒരു വലിയ പ്രിവിലേജായിട്ട് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഐ ഡോണ്ട് നോ വാട്ട് വുഡ് യു ക്രോസ് വേർഡ് മാത്രമാണോ, ബട്ട് അതർവൈസ് ഐ ഹാഡ് നോട്ട് ഗോട്ട് എനി അവാർഡ് ടിൽ റീസെൻ്റ്ലി. ഞാൻ 70s തുടങ്ങിയതാണ്. ഐ മീൻ ഐ കംപ്ലീറ്റഡ് മോർ ദൻ 50 years of translation. But basically it was for pleasure. ഞാൻ പറഞ്ഞില്ലേ 2 ഭാഷകൾ കിട്ടുമ്പോൾ അത് എങ്ങനെ കമ്പയർ ഹൗ ഡു യു കൺവേ ദിസ് ഇൻ അനദർ ലാംഗ്വേജ് എന്നുള്ളതൊരു ക്രോസ് വേർഡ് പസിൽസ് ഒക്കെ ചെയ്യുന്ന മാതിരി ഒരു ചാലഞ്ചും കൂടി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് മോസ്റ്റ്ലി ഐ ഹവ് ഡൺ ഇറ്റ് ഫോർ പ്ലെഷർ. വളരെ കുറച്ചേ അണ്ടർ പ്രഷർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇറ്റ് വാസ് ഫൺ ഡൂയിങ് ഇറ്റ്, ഫൈൻഡിങ് വേർഡ്സ്, ഇക്വിവലൻസസ്. ഇറ്റ് വാസ് ഫൺ. സോ ദാറ്റ്സ് ഹൗ ഐ ഡിഡ് ഇറ്റ്. ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഡോക്ടർക്ക് കുറച്ചും കൂടി പറയാനുണ്ടാവുമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഈ ട്രാൻസ്ലേറ്റേഴ്സിന് ഇപ്പോൾ 50 കൊല്ലം ഇത്രയും നീണ്ട ഒരു കരിയർ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് വെച്ച ഒരാൾക്ക് ഒന്നും റെക്കഗ്നിഷൻസ് കാര്യമായിട്ടുള്ളൊന്നും കേരളത്തിൽ നിന്ന് പോലും അത്ര കാര്യമായിട്ട് കിട്ടിയിരുന്നില്ല എന്നുള്ളത് ഒരു അക്കാഡമിയുടെ ഒരു ഹെഡ് എന്നുള്ള നിലയ്ക്ക് ഒന്ന് ഈ ട്രാൻസ്ലേറ്റേഴ്സിനോടുള്ള ഈ സമീപനത്തിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ? വൈ ഈസ് ദിസ് ഹാപ്പനിങ് ഇൻ ദിസ് ഫീൽഡ്? എൻ്റെ പ്രായമാണ് മാഡത്തിൻ്റെ എക്സ്പീരിയൻസ്. ഞങ്ങളൊക്കെ ട്രാൻസ്ലേഷൻ, ഞാൻ 33 വർഷമായി ട്രാൻസ്ലേഷൻ ഫീൽഡിൽ വന്നിട്ട് 5 ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പുറമേ എന്ന് കാണുന്ന ഒരു ലോകമല്ല ഈ ട്രാൻസ്ലേഷൻ ലോകവും അതിൻ്റെ അവാർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടുന്നതും. നമ്മൾ മുമ്പേ ഓഫ് റെക്കോർഡ് നമ്മൾ സംസാരിച്ചപ്പോൾ ഇപ്പം ധാരാളം മലയാളം കൃതികൾ ഇംഗ്ലീഷിലേക്ക് വന്ന് അതിന് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സുനിൽ പറയുകയും ചെയ്ത ആ ഡിസ്കഷനിൽ ഒരു പ്രോസസ്സ് ഉണ്ട് എന്ന്. എന്നിരുന്നാൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഏത് റീജിയണൽ ലാംഗ്വേജസിനും ഇംഗ്ലീഷിലേക്ക് ഒരു അവാർഡിന് വിളിക്കപ്പെടുമ്പോൾ ആ ജഡ്ജിങ് പാനൽ ഒരിക്കലും ആ റീജിയണൽ ലാംഗ്വേജ് അറിയാവുന്ന ഒരു ആളല്ല ആ ജഡ്ജിങ് പാനൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സംശയം ആ ഒരു ഡിസൈഡിങ് പ്രോസസ്സിനുണ്ട്. കാരണം ഈ കിട്ടിയിരിക്കുന്ന ട്രാൻസ്ലേഷൻ നല്ലതായിരിക്കും, പക്ഷെങ്കിൽ എത്രത്തോളം നമ്മൾ ട്രാൻസ്ലേഷൻ ക്ലാസ്സിൽ പറയുമ്പോൾ സോഴ്സ് ലാംഗ്വേജ് ആൻഡ് ടെക്സ്റ്റ് ടാർഗറ്റ് ലാംഗ്വേജ്, ഈ കിട്ടിയിരിക്കുന്ന ടാർഗറ്റ് ലാംഗ്വേജിൽ കിട്ടിയിരിക്കുന്ന ട്രാൻസ്ലേഷൻ എത്രത്തോളം സോഴ്സ് ലാംഗ്വേജിനോട് നീതി പുലർത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം.
അത് ആ ഒരു ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്നവർക്ക് നിർണ്ണയിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും അവിടെ ആ ജഡ്ജിങ് പ്രോസസ്സിന് ഒരു ബയസ് വരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ട്രാൻസ്ലേഷൻസ് വിളിക്കുന്നത് മാഡത്തിന് ചിലപ്പം കിട്ടാതെ പോയത് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പീരീഡിലാണ് ഈ ട്രാൻസ്ലേഷൻ ബുക്ക് വിളിക്കപ്പെടുന്നത്. ഒരു പക്ഷേ ആ പീരീഡിന് തൊട്ട് മുമ്പായിരിക്കും മാഡത്തിന് നല്ലൊരു കൃതി വന്നിട്ടുണ്ടാവുക, അല്ലെ അതിന് ആ ഒരു കാലഘട്ടത്തിൽ ആ വന്ന വർക്ക് ആ ഒരു റിക്വയർഡ് കാലഘട്ടത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയത് അതും ഒരു കാരണമായിരിക്കാം. ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നം കാരണം എന്തോ വളരെ ആ പബ്ലിഷിംഗ് സ്പേസ്, ആ പബ്ലിഷിംഗ് ടൈം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് മാത്രല്ല കേട്ടോ, കുറച്ച് ഞാൻ സമയം നോക്കി ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് പരാതിയായിട്ടല്ല ഞാൻ പറഞ്ഞ, ക്രോസ് വേർഡ് അവാർഡ് മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ആ സമയത്ത് പരാതി പ്രേമയ്ക്കല്ല, ഞങ്ങൾക്കാണ് പരാതി. അതായത് അരനൂറ്റാണ്ട് കാലമായിട്ട് വിവർത്തനത്തിൽ തുടർച്ചയായിട്ട് ശ്രദ്ധ പതിപ്പിക്കുകയും നിരവധി കൃതികൾ ചെയ്യുകയും ചെയ്തിട്ട് പോലും ഇപ്പോഴും നമ്മൾ വേണ്ടത്ര ആദരിച്ചിട്ടില്ല പ്രേമാജിയെ എന്ന് അറിയുമ്പോൾ അമേസിങ്. അരനൂറ്റാണ്ട് കാലം ചെറിയ കാലയളവല്ല. സുനിലിനോട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. സുനിൽ ഒരു ബംഗാളിയിൽ നിന്ന് മലയാളത്തിലേക്കാണല്ലോ ധാരാളമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ബംഗാളി വായന എങ്ങനെയാണ് സുനിലിൻ്റെ? നമ്മളൊക്കെ സാധാരണ ചൂസ് ചെയ്യുമ്പോൾ മലയാളം വായിക്കും, ഇംഗ്ലീഷ് വായിക്കും. സ്ഥിരമായിട്ട് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബംഗാളി സാഹിത്യവുമായിട്ട് സ്ഥിരം വായിച്ചുകൊണ്ടിരിക്കുകയാണോ, അതോ എങ്ങനെയാണ് സുനിലിൻ്റെ ബംഗാളി വായന? ഹൗ ഡു യു ചൂസ്, ഹൗ ഡു യു കീപ് യുവർ സെൽഫ് അപ്ഡേറ്റഡ്? സ്ഥിരമായിട്ട് ബംഗാളി മലയാളം പോലെ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഒന്ന്, ധാരാളം ബംഗാളി സുഹൃത്തുക്കളുണ്ട്, ബംഗാളി ചാനലുകളുണ്ട്, ബംഗാളി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇതിലെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു ഡിസ്കണക്റ്റഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഈ സമീപകാലത്ത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഒരുപക്ഷെ ഇതുവരെ ചെയ്യാത്തതുമായിട്ടുള്ളൊരു ട്രാൻസ്ലേഷൻ്റെ മേഖല കവിതകളാണ്. അപ്പോൾ കവിതകളുടെ നിരവധി ബംഗാളി ഫേസ്ബുക്ക് പേജുകളുണ്ട്. അതിൽ നിരന്തരം കവിതകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജിലേക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാം വായിക്കാനും അതിൽ നിന്ന് നമുക്കൊരു സ്പാർക്ക് കിട്ടുന്ന കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതൊരു ഭയങ്കര രസകരമായ അനുഭൂതിയായിട്ട് എനിക്ക് ഇപ്പോൾ ഈ സമീപകാലത്താണ്, ഈ ജനുവരി മുതലാണ് ഞാൻ അതിനുള്ളൊരു ശ്രമം തുടങ്ങിയത്. രസകരമായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബംഗാളി എനിക്കൊരു ഒട്ടും എൻ്റെ ഒരു മദർ ടങ്ക് അല്ല എങ്കിൽ കൂടിയും എൻ്റെ ഒരു സെക്കൻഡ് മദർ ടങ്ക് എന്ന നിലയ്ക്ക് ഞാൻ കാണുന്ന ഭാഷ ബംഗാളിയാണ്. ഈ കവിതകൾ എന്നുള്ളതിലേക്ക് കടക്കുമ്പോൾ എനിക്കും വലിയ താല്പര്യമുള്ളൊരു ഏരിയയാണ് കവിത. യു ഹാവ് ഡൺ എ ലോട്ട് ഓഫ് പോയംസ് അല്ലേ? 1000 കൊല്ലം പഴക്കമുള്ള അറബി കവിതകളൊക്കെ ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനല്ല പറയാൻ ഭേദം. യു ക്യാൻ ടോക്ക് അബൌട്ട് ആ കവിത ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിനെ പറ്റി. ഏറ്റവും കൂടുതൽ സത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതും കവിതയിലാണല്ലോ. പക്ഷേ വളരെ വൈയക്തികമായിട്ടുള്ള ഒരു സബ്ജക്റ്റീവായിട്ടുള്ളൊരു സാധനമാണല്ലോ കവിത. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? അതും ഭാഷ പഴയതാവുമ്പോൾ. ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്താണ് തുടങ്ങിയത്. ഞാൻ ദേവസ്വം ബോർഡിൽ BA ഹിന്ദിക്ക് പഠിക്കുമ്പോൾ കുറച്ച് കവിതകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കവിതകൾ ഇന്നും എൻ്റെ ഡയറിയിൽ സുരക്ഷിതമാണ്, പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം 50 പുസ്തകങ്ങളോളം പബ്ലിഷ് ചെയ്ത ആളാണ് കേട്ടോ. കാരണം അത് കവിതകളല്ല എന്നെനിക്കറിയാം. എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ ഭാവങ്ങൾ ഞാൻ അതിനകത്ത് എഴുതി കൂട്ടി. അത് ഒരു കണ്ടംപററി ഹിന്ദി പോയിട്രി എഴുതുന്ന ഒരു പ്രോസസ്സിലല്ല, എന്നാൽ അത് എപ്പോഴും ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ ചെയ്ത് കഥകളിലൂടെ ചെയ്ത്, നോവലിലൂടെ ചെയ്ത്, ഹിന്ദിയിൽ ചെയ്ത്, ഇംഗ്ലീഷിൽ ചെയ്ത്, മലയാളത്തിൽ ചെയ്ത്, തമിഴ്, തെലുഗു, ഇങ്ങനെ പല ഭാഷകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എവിടോ എന്നിലുണ്ടായിരുന്ന ആ കവി വീണ്ടും പൊങ്ങുകയും അങ്ങനെ ഇന്ന് എനിക്ക് ഹിന്ദിയിൽ 3 ഹിന്ദി പോയിട്രി കളക്ഷൻ ഉണ്ട്. നാഷണൽ ലെവലിൽ ഒരു മൾട്ടിലിംഗ്വൽ ട്രാൻസ്ലേറ്റർ, സ്കോളർ ഇൻ ട്രാൻസ്ലേഷൻ, ഒരു ഹിന്ദി കവിയായിട്ട് അറിയപ്പെടാൻ എനിക്ക് സാധിക്കുന്നുണ്ട് 33 വർഷത്തിന് ശേഷം. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത്, എ പോയിറ്റ് ക്യാൻ ട്രാൻസ്ലേറ്റ് പോയിട്രി ബെറ്റർ ദാൻ എ നോൺ പോയിറ്റ്.
അതാണ് അതിൻ്റെ ഫാക്റ്റ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഒരു കവി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കവിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കവി അല്ലാത്ത ആൾക്കാർ നന്നായിട്ട് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ള കേസുകളും കവിതകളിലുണ്ട്. പിന്നെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവർത്തകൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പരസ്പരം കണക്റ്റഡ് ആകില്ലായിരുന്നു എന്നുള്ളതാണ്. അത് ബ്രഹറ്റ് ആയാലും ഏത് ഫോറിൻ റൈറ്റേഴ്സ്, ഐ മീൻ ഫിക്ഷൻ റൈറ്റേഴ്സ് ആയാലും പോയിറ്റ്സ് ആയിരുന്നാലും ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് ദേ കുഡ് ട്രാൻസെൻഡ് ബിയോണ്ട് ദർ ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് ആൻഡ് വാസ് ഏബിൾ ടു കണക്ട് ടു ഇൻ്റർനാഷണൽ ഓർ നാഷണൽ ഓഡിയൻസ്. അത് ഇന്ത്യയിൽ തന്നെ ഞാൻ 5 ഭാഷകൾ സംസാരിക്കുമെങ്കിലും അതിൽ കൂടാതെ ഒരു 6 ഭാഷ പറഞ്ഞാൽ എനിക്കൊരു 40% മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ബംഗാളി, കന്നഡ, പഞ്ചാബി പറഞ്ഞാൽ എനിക്ക് 40% ഐ ക്യാൻ ഗ്രാസ്പ്. ഇപ്പോൾ ഞാൻ അവിടെ ഒരു മാസം നിൽക്കുകയാണെങ്കിൽ ഞാനത് പഠിച്ചെടുക്കും. അത് ലാംഗ്വേജിനോടുള്ള എനിക്കൊരു ഒരു താല്പര്യമാണ്. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻസിലൂടെ ഞാൻ മനസ്സിലാക്കുന്ന ഇന്ത്യൻ ലിറ്ററേച്ചർ ഈസ് റിച്ച് വിത്ത് ഗുഡ് ലിറ്ററേച്ചർ. പക്ഷെ നമുക്ക് ഈ ട്രാൻസ്ലേഷൻ, പ്രത്യേകിച്ച് കവിതകളുടെ ട്രാൻസ്ലേഷൻ വരുമ്പോൾ വി ലാക്ക് ക്വാളിറ്റി ട്രാൻസ്ലേറ്റേഴ്സ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിഷിങ്ങിൽ എല്ലാവർക്കും അറിയാം POD ആണ്, പബ്ലിഷിംഗ് ഓൺ ഡിമാൻഡ്. ഇത് എന്നേ ട്രാൻസ്ലേഷനിൽ വന്നു കഴിഞ്ഞ് പബ്ലിഷിംഗ് ഓൺ ഡിമാൻഡ്, അതായത് ഒരാൾക്ക് ഇത്ര പൈസ കൊടുക്കുക, ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തിറക്കുക, അത് പബ്ലിഷ് ചെയ്തിറക്കുക. അപ്പോൾ അവിടെ ഇത് ഈ പറയുന്നത് എന്നെ പോലോ സുനിലിനെ പോലെ അല്ല മാഡത്തിനെ പോലെ സീസൺഡ് ട്രാൻസ്ലേറ്റേഴ്സ് അല്ല ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നത്. പബ്ലിഷറിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ സാധനം മാർക്കറ്റിൽ എത്തിക്കുക, അത് വിറ്റ് തീർക്കുക എന്നുള്ളത്. അപ്പം ആ ഫസ്റ്റ് ട്രാൻസ്ലേഷൻ ഒരിക്കലും അത് കറക്റ്റ് ട്രാൻസ്ലേഷനും അല്ല. അത് എന്താ പറയുന്നത്, നമ്മൾ ഈ കാർബൺ ഡയോക്സൈഡൊക്കെ വെച്ച് ആന്ധ്രയിൽ ഈ മാങ്ങ പഴുപ്പിച്ചിട്ടാണ് കേരളത്തിൽ വരുന്നത്. ആക്ച്വലി അതിന് ബംഗൻപള്ളി എന്ന് പറയാം മാങ്ങ, ഏറ്റവും ഫേമസ് മാങ്ങ ആന്ധ്രയിൽ ബംഗൻപള്ളി. അത് നമ്മുടെ കേരള മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കാർബൈഡ് വെച്ച് പഴുപ്പിച്ചിട്ടാണ് കൊണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ട്രാൻസ്ലേഷൻ അത് പഴുപ്പിച്ചിട്ട് ആ ട്രാൻസ്ലേഷൻ മാർക്കറ്റിലേക്ക് ഇറക്കി അവർ വിടുകയാണ്. അത് അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇറ്റ് കിൽസ് ദ മെയിൻ ഓഥർ ആസ് വെൽ ആസ് ദ ട്രാൻസ്ലേറ്റർ ആസ് വെൽ ആസ് ഇറ്റ് സെൻസ് ഡീപ്പ് എന്താ പറയുന്ന ഒരു തെറ്റായ ഒരു ധാരണ ആ എഴുത്തുകാരനെ കുറിച്ച് ഈ ട്രാൻസ്ലേറ്ററിലൂടെ ആ വായനാ സമൂഹത്തിന് ലഭിക്കുക എന്നുള്ളത് അത് വല്ലാത്തൊരു ഡേഞ്ചറസ് ട്രെൻഡാന്നുള്ളതാണ്. ഇതിൽ ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പേഴ്സണലായിട്ടുള്ളതാണ്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഓഥറിൻ്റെ ചിന്താധാരയുടെയോ അല്ലെങ്കിൽ എഴുത്ത് രീതിയുടെയോ വളരെ അടുത്തു കൂടി നടന്നു പോകുന്ന ഒരാളാണല്ലോ വിവർത്തകൻ എപ്പോഴും. അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ പലപ്പോഴും ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ വളരെ നല്ല അനുഭവങ്ങൾ അത് പുസ്തകത്തിൽ കൂടി ചിലപ്പോൾ എത്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമുക്ക് സൗഹൃദങ്ങൾ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഞാൻ വിചാരിക്കും പ്രേമയുടെ ഇതിൽ മാടമ്പ് കുഞ്ഞുകുട്ടനുമായിട്ടുള്ള ആ സൗഹൃദത്തിൻ്റെ കഥകൾ ഒതി വരുന്ന പോലത്തെ സൗഹൃദങ്ങൾ കാണാറുണ്ട്. അതേപോലത്തെ നല്ല അനുഭവങ്ങൾ അത് ഇവർക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്തേക്കുന്നത്, അത് വായനക്കാരിലേക്ക് എത്തണില്ല. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള വിവർത്തന ജീവിതത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങൾ കുറച്ച് ഷെയർ ചെയ്യാൻ പറ്റുമോ? പേഴ്സണൽ നോട്ട്സ് ഓഥേഴ്സുമായിട്ടോ അല്ലെങ്കിൽ കൃതികളായിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു കൃതിയായിട്ടുള്ളതാണെങ്കിലും. ഞാൻ ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കഥ ബംഗാളിയിലെ മുഖ്യധാര എഴുത്തുകാരിയായിരുന്ന സുചിത്ര ഭട്ടാചാര്യയുടെ പന്തയം എന്ന് പറഞ്ഞൊരു കഥയായിരുന്നു. ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ വലിയ അടിയൊഴുക്കുകൾ, നിശബ്ദമായ അടിയൊഴുക്കുകളാണ് കഥയുടെ പ്രമേയം. ഈ കഥ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സുചിത്രാദിയെ കാണുകയും കാലാന്തരത്തിൽ അവരുമായിട്ടൊരു വലിയ സൗഹൃദം, ഒരു ഭയങ്കര ഇഴയടുപ്പമുള്ള ഒരു സൗഹൃദം ഉടലെടുക്കുകയും ചെയ്തു. പിന്നീട് ആ കുടുംബവുമായിട്ട് എനിക്ക് വലിയ അടുപ്പം സ്ഥാപിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല അവർ പരിചയപ്പെട്ടതിന് ശേഷം ഓരോ കൽക്കത്ത യാത്രകളിലും എനിക്ക് സുചിത്രാദിയുടെ വീട്ടിൽ ചെന്ന് ഒരു സന്ധ്യ, ഒരു സായാഹ്നം ചെലവഴിക്കാതെ മടങ്ങാൻ പറ്റുമായിരുന്നില്ല. അല്ലെങ്കിൽ അത് സുചിത്രാദി സമ്മതിക്കുമായിരുന്നില്ല. അത്രമേൽ അടുപ്പത്തിലുള്ള ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉടലെടുത്തു. അങ്ങനെ ചില കഥകൾ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഒരു യാത്രയിൽ ദീദിയെ കണ്ടപ്പോൾ ദീദി ഒരു ലെറ്റർ ഹെഡ് എടുത്തിട്ട് പറഞ്ഞു, ഇനിയുള്ള എൻ്റെ എല്ലാ കഥകളും നീ മലയാളത്തിലേക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കത്തെഴുതി എന്നെ ഏൽപ്പിച്ചു. മാത്രമല്ല ഓരോ യാത്രയിലും അവരെ ചെന്ന് കാണുമ്പോൾ ആ വർഷം ഇറങ്ങിയ അവരുടെ എല്ലാ കൃതികളും സ്നേഹപൂർവ്വം സുചിത്രാദി എന്ന് പറഞ്ഞിട്ട് അവർ കയ്യൊപ്പിട്ടിട്ട് തരുമായിരുന്നു. ഒരു 9 വർഷം 10 വർഷം മുമ്പ് ദീദി പെട്ടെന്ന് ഹൃദയാഘാതം മൂലം മരിച്ചു. പക്ഷേ ഇപ്പോഴും ആ കുടുംബമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നുണ്ട്.
എൻ്റെ ഏറ്റവും ഒടുവിലിറങ്ങിയ ഒരു കഥാസമാഹാരം സുചിത്രാദിയുടെ അഭാവത്തിൽ സുചിത്രാദിയുടെ സഹോദരൻ എഡിറ്റ് ചെയ്ത് ഇറക്കിയ സുചിത്രാദിയുടെ പ്രണയകഥകളാണ്. പ്രണയം മാത്രം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ ഒരു കഥാസമാഹാരമാണ് മലയാളത്തിലേക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു വന്ന ഈ അടുത്ത കാലത്ത് വന്ന പുസ്തകങ്ങളിലൊന്ന്. അങ്ങനെ മറ്റൊരു അടുപ്പമുണ്ടായിരുന്ന എഴുത്തുകാരി മഹേശ്വര ദേവിയായിരുന്നു. മഹേശ്വര ദേവി ഇവിടെ നമ്മുടെ മൂലമ്പള്ളി കുടിയൊഴിപ്പിക്കൽ സമരം വളരെ സജീവമായി കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് മഹേശ്വര ദേവി എറണാകുളത്ത് വരികയും അവിടെ മൂലമ്പള്ളി സമരസമിതിയുടെ ക്ഷണപ്രകാരം അവരുടെ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് ഒരു ഹൗസ് ബോട്ടിൽ ഞങ്ങൾ കടമക്കുടിക്ക് സഞ്ചരിക്കുമ്പോഴാണ് മഹേശ്വര ദേവിയുടെ സന്തത സഹചാരിയായിരുന്ന ചലച്ചിത്ര സംവിധായകൻ ജോഷി ജോസഫ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബംഗാളിയിൽ സംസാരിച്ചു. ഞങ്ങൾ വളരെ ഒരു ബംഗാളിയിൽ സംസാരിക്കുന്നതുകൊണ്ട് ദീദി പല കാര്യങ്ങളും ഇങ്ങോട്ട് ചോദിച്ചു, പല കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അങ്ങനെ അന്ന് തുടങ്ങിയ സൗഹൃദം പിന്നീട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകളിലൊന്നായ ബഷായ് ടുഡു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ചങ്ങാത്തത്തിലേക്ക്, ഒരു ബാന്ധവത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. സുചിത്രാദിയായിട്ടുള്ള ബന്ധം ഒരു വളരെ ഊഷ്മളമായൊരു ബന്ധമായിരുന്നെങ്കിൽ മഹേശ്വര ദേവിയായിട്ടുള്ള ബന്ധം കുറേ ഒരു എന്താ പറയുക, ഒരു ഗുരുനാഥയും ശിഷ്യനും തമ്മിലുള്ള ബന്ധം പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ എനിക്ക് വളരെ കർക്കശമായ പരുഷമായ രീതിയിൽ നമ്മളോട് പെരുമാറുമെങ്കിലും ഒരു വളരെ ആർദ്രത, അവരുടെ സ്നേഹത്തിൻ്റെ ഒരു ആർദ്രത അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ വാക്കുകളിൽ എപ്പോഴും എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. ഈ രണ്ട് എഴുത്തുകാരാണ് ഞാൻ കൂടുതൽ ഇടപഴകിയിട്ടുള്ളത്. പക്ഷേ മറ്റുള്ള സുനിൽ ഗംഗോപാധ്യായ ആണെങ്കിലും തസ്ലിമ നസ്രീനാണെങ്കിലും ഒക്കെ അവരുമായിട്ട് വിവർത്തകൻ എന്ന നിലയ്ക്ക് ഇടപെട്ടതല്ല, അല്ലാണ്ടുള്ള രീതിയിൽ തന്നെ അവരുമായിട്ടുള്ളൊരു ഒരു അടുത്തിടപഴകാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പക്ഷേ അവർക്ക് ഒരു ഇഷ്ടം തോന്നാൻ കാരണം അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ മറ്റൊരാളെ കിട്ടുന്നു എന്നതുകൊണ്ടാവാം എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെയാണ് ആ ഒരു എഴുത്തുകാരുമായിട്ടുള്ള, ബംഗാളിലുള്ള എഴുത്തുകാരായിട്ടുള്ള, ഇപ്പോഴും അവിടുത്തെ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട എഴുത്തുകാരായിട്ടും എഴുതി തെളിഞ്ഞ, അവരുടെ മുദ്ര പതിപ്പിച്ച പെത്തലോത്തമ പോലുള്ള അല്ലെങ്കിൽ തൃഷ്ണ പസാക്ക് പോലുള്ള എഴുത്തുകാരൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം എനിക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷേ അത് അവരുടെ ഒരു ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഷയെ മറ്റൊരു ഭാഷയിലേക്ക് എത്തിക്കാൻ ഒരാൾ ശ്രമിക്കുന്നു എന്നുള്ളത് അവരൊരു വലിയ ഒരു സ്നേഹാഭിവാദ്യം പോലെ ആയിരിക്കാം കാണുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു ബന്ധം നിലനിർത്താൻ കഴിയുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ എൻ്റെ പ്രവർത്തനത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം 32 വർഷത്തിൽ 12 ഭാഷകളിൽ നിന്ന് ഞാൻ 275 എഴുത്തുകാരെ ട്രാൻസ്ലേഷൻ വഴി ലിറ്ററേച്ചറിന് പരിചയപ്പെടുത്തി. അതെൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ 275 പേരെ വ്യക്തിപരമായിട്ട് ഞാൻ അറിയും എന്നുള്ളതാണ് 12 ഭാഷകളിൽ നിന്ന്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വളരെ രസകരമായ സംഭവം, ഞാൻ വിശാഖപട്ടണത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2014 കൊച്ചിയിലേക്ക് വരുന്നത്. ഇവിടെയുള്ള സ്വിഫ്റ്റിലെ റീജിയണൽ ഓഫീസിലാണ് ഞാൻ ജോലി ചെയ്യുന്നവിടെ. അപ്പോൾ ഞാൻ അവധിക്ക് വന്നപ്പോൾ സാറ ടീച്ചറിനെയും ഗ്രേസി ടീച്ചറിനെ കാണുവാനായിട്ട് നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്ത് അങ്ങനെ തൃശ്ശൂർ വന്നിറങ്ങി ആദ്യം സാറ ടീച്ചറിനെ കണ്ടു. അവരുടെ ഒരു കഥ ഞാൻ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ പെർമിഷൻ വാങ്ങിച്ച് അടുത്ത് ഗ്രേസി ടീച്ചറിൻ്റെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ ഞാൻ ഗ്രേസി ടീച്ചറിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത കഥയുടെ പേര് പടി ഇറങ്ങിപ്പോയ പാർവതി. അപ്പോൾ ഈ പെർമിഷൻ ലെറ്റർ എനിക്ക് എഴുതി തന്നതിന് ശേഷം ഞങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ ടീച്ചർ എന്നോടൊരു കാര്യം പറഞ്ഞു. ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ലേറ്റർ നേരിട്ട് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഒരു പെർമിഷൻ ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് പോവുകയും പെർമിഷൻ വാങ്ങിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ നടന്നൊരു സംഭവം ഷെയർ ചെയ്യാണ്. ടീച്ചറിൻ്റെ കഥാസമാഹാരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത കഥകൾ ഒരാൾ തമിഴിലേക്ക് വിവർത്തനം ചെയ്തു. അപ്പോൾ തമിഴിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അതിൻ്റെ ടൈറ്റിലും ഇത് തന്നെയായിരുന്നു, കഥ ഇറങ്ങിപ്പോയ പാർവതി. തമിഴിലാണ് ടൈറ്റിൽ. അപ്പം തമിഴ് സംസ്കാരത്തിൽ പാർവതി ദേവിയാണ്. അപ്പം ദേവി പടി ഇറങ്ങി പോകുക എന്ന് പറഞ്ഞാൽ അപശകുനമായതുകൊണ്ട് അവരെന്ത് ചെയ്തു, ആ ടൈറ്റിൽ അപ്പാടെ അങ്ങ് മാറ്റി. അവർക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ അങ്ങ് വെച്ച് ഈ പുസ്തകം മാർക്കറ്റിൽ വന്നു. തമിഴ് പബ്ലിഷിങ്ങിൽ ഇത് പബ്ലിഷ് ചെയ്തതിന് ശേഷം സാറ ടീച്ചറിൻ്റെ ഒരു സുഹൃത്ത് ഇത് കാണുകയും ടീച്ചറിനെ വിളിച്ച് പറയുകയും ടീച്ചർ വിവരം അറിയുകയും അവർ ആ ട്രാൻസ്ലേറ്ററിനെ കോൺടാക്റ്റ് ചെയ്തു. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത്, ടീച്ചർ എന്നോട് പറയാൻ ശ്രമിച്ചതും, ഒരു വിവർത്തകനും ഒറിജിനൽ കൃതിയിൽ നിന്നൊന്നും മാറ്റാനോ ഒന്നും ആഡ് ചെയ്യാനോ സാധിക്കില്ല. അതിൻ്റെ പേരോ
ക്യാരക്ടേഴ്സോ സ്ഥലമോ ടൈറ്റിലോ ഒന്നും മാറില്ല. ആ ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ഒരു പക്ഷേ ഗ്രേസി ടീച്ചറിനെ വിളിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് ആ കഥയ്ക്ക് വേറൊരു ടൈറ്റിൽ പറഞ്ഞു കൊടുത്തേനെ. കാരണം ഒറിജിനൽ ഓഥർ അവർക്കറിയാം. അപ്പോൾ എപ്പോഴും ട്രാൻസ്ലേഷൻ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ വർക്ക്ഷോപ്സ് എടുക്കുമ്പോൾ പറയാറുള്ളത്, നമുക്ക് ആ ഒറിജിനൽ ഓഥർ ലിവിങ് ആണ് എന്നുണ്ടെങ്കിൽ പെർമിഷൻ എടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്ന് പെർമിഷൻ എടുക്കുക. പ്രത്യേകിച്ച് കവിതകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരാം, എന്താണ് കവി ഉദ്ദേശിച്ചെന്നുള്ളത്. അപ്പോൾ ആ കവി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അങ്ങനൊരു സംഭവം ഈ ഒരു പെർമിഷൻ ലെറ്ററിലൂടെ ആ ടൈറ്റിൽ മാറ്റിയ ഒരു സംഭവം ടീച്ചർ പറഞ്ഞ് വളരെ കൗതുകമായിട്ട് എനിക്ക് തോന്നി. ആ ട്രാൻസ്ലേറ്റർ എന്നല്ലേ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. അല്ല, ഇതിലിപ്പോൾ പറയുമ്പോൾ നേരിട്ട് ജീവിച്ചിരിക്കുന്ന ഓഥറാണെങ്കിൽ അത് ചെയ്യാം. യു ഹാവ് ബീൻ ഡൂയിങ് വെരി ഏൻഷ്യൻ പോയട്രി ഓൾസോ. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, ഏൻഷ്യൻ പോയട്രിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പെർമിഷൻ അല്ല, പെർമിഷൻ ലെറ്റർ ചോദിക്കുക, അങ്ങനെ നമുക്ക് പെർമിഷൻ ഉള്ളത് 100 years ആണ്. 100 years പെർമിഷന്റെ അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ ചെറിയ സംശയങ്ങൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അവർ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അവരെന്താണ് പറയാൻ ഉദ്ദേശിച്ചെന്നുള്ളത് ആ കവിത ഏകദേശം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. അത് മിസ്റെപ്രസെൻറ്റ് ചെയ്യാതിരുന്നാൽ മതി. നമ്മൾ ഓഫിൽ മാർക്ക് ചെയ്തപ്പം നമ്മൾ പുറത്തിരുന്ന് ജസ്റ്റ് കാഷ്വലി സംസാരിച്ചപ്പോൾ ആ ക്യാരക്ടറിന് രജ്പുത്ത് എന്നുള്ള വാക്ക് പറഞ്ഞില്ലേ, അത് മിസ്റെപ്രസെൻ്റ് ആയിപ്പോയി ആ ട്രാൻസ്ലേഷനിൽ. അങ്ങനെ വരാതിരുന്ന അത് ചിലപ്പോൾ ഒരുപക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ആ അർത്ഥം വേറൊരർത്ഥത്തിലേക്ക് മാറിപ്പോയെന്നുള്ളതാണ്. അത് ടോട്ടലി ആ കവിതയുടെ സ്ട്രക്ചറിനെ മീനിങ്ങിനെ മാറ്റും എന്നുള്ളതാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും ഈ ടൈറ്റിൽ മാറ്റാണ്ട് നിവൃത്തിയില്ല. കാരണം ആ വാക്കിൻ്റെ മലയാളം വാക്കിൻ്റെ ഇംഗ്ലീഷ് പറയണമെങ്കിൽ ചിലപ്പോൾ ഒരു പാരഗ്രാഫ് വേണ്ടി വരും. ഒരു ടൈറ്റിലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ സേതുവിൻ്റെ നിയോഗം എന്ന് പറഞ്ഞൊരു നോവൽ ഞാൻ ചെയ്തിട്ടുണ്ട്. 2 എണ്ണം ഇതുപോലെ ചെയ്തു, മാറ്റി. പക്ഷെ ഞങ്ങൾ 2 ആളും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് മാറ്റിയത് കേട്ടോ. അപ്പോൾ ഈ നിയോഗം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നിക്കൽ ടേം. ഈ വ്യാസൻ ചെയ്തത് പുത്രോൽപത്തിക്ക് വേണ്ടി സഹോദര ഭാര്യയുടെ വരിക്കുക എന്നുള്ളതിന് അതൊരു ടെക്നിക്കൽ ടേമാണ് നിയോഗം. ഹൗ ഡു യു പുട്ട് ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ്? യു കാൺട്ട് എക്സ്പ്ലെയിൻ ഇറ്റ്. അപ്പം ഞങ്ങൾ അതിന് പകരം ആ കഥയിലൊരു വലിയ കഥാപാത്രം കാറ്റാണ് ഈ സ്കാൻഡൽസ് എല്ലാം പറഞ്ഞ് നടക്കുന്നത്. അപ്പം ഞങ്ങൾ അതിന് ഇട്ട ടൈറ്റിൽ ദ വിൻഡ് ഫ്രം ദ ഹിൽസ് ആണ്. മലയിൽ നിന്ന് അടിച്ചു വരുന്ന ഒരു കാറ്റാണ് ഈ എല്ലാവരെയും പറ്റിയിട്ടുള്ള അപവാദവും പറഞ്ഞ് നടക്കുന്നതെന്നാണ് അതിലൊരു ഒരു ഐഡിയ. അപ്പം ബിറ്റ്വീൻ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് അത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതുമാതിരി വേറൊന്ന് യക്ഷി എന്നുള്ള പേര്, മലയാറ്റൂരിൻ്റെ യക്ഷി, ഞാൻ യക്ഷി എന്നുള്ള പേരിൽ തന്നെ ഇംഗ്ലീഷിൽ പെൻഗ്വിന് കൊടുത്തത്. അപ്പോൾ അവിടുത്തെ എഡിറ്റർ കുറേ നോക്കി വാമ്പയർ ആക്കാൻ. പക്ഷെ വാമ്പയർ അല്ലല്ലോ യക്ഷിക്ക് വേറെ വാമ്പയറിനില്ലാത്ത ഒരുപാട് അടരുകളുണ്ട് യക്ഷിയുടെ ആ കോൺസെപ്റ്റിൽ. അവസാനം ഷീ ആക്സെപ്റ്റഡ്, കുറേ തർക്കിച്ചിട്ട് ഷീ ആക്സെപ്റ്റഡ്. മലയാറ്റൂരിന് പിന്നെ അത് വാമ്പയർ ആയാലും വിരോധമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഐ വാസ് വെരി പെർട്ടിക്കുലർ, യക്ഷി തന്നെ വേണമെന്ന്. സേതുവിൻ്റെ മറുപിറവിയും ഞങ്ങൾ അങ്ങനെ തന്നെ മുസിറിസ് എന്നുള്ള വാക്ക് വരണം എന്ന് ഞങ്ങൾക്ക് 2 ആൾക്കും തോന്നിയിട്ട് സാഗ ഓഫ് മുസിറിസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. അപ്പോൾ സംടൈംസ് വിത്ത് ദി ഓഥർ ഇഫ് യു ക്യാൻ ഗെറ്റ് ഇറ്റ്, ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പെർമിസിബിൾ. ഓഥറുടെ സമ്മതത്തോടു കൂടി മാത്രം. നമുക്ക് ഈ ഭാഷയുടെ പരിമിതികളിലേക്ക് വരാം. അതിനു മുമ്പ് വിഷയത്തിൽ നിന്ന് ഇത്തിരി മാറിപ്പോയി. എനിക്ക് ഐ വോണ്ട് ടു ഹിയർ അബൌട്ട് യുവർ മാരിലേഷൻ. ഓക്കെ, വാട്ട് ഐ ഫൗണ്ട് ഇസ് മോസ്റ്റ് ഓഫ് ദി ഓത്തേഴ്സ് എല്ലാവരും കുറേ കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇത്ര അധികം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതുകൊണ്ടാവാം ദേ ബിക്കം ഫ്രണ്ട്സ് എന്നുള്ളതാണ്. ഇപ്പോൾ കുഞ്ഞൂട്ടിൻ്റെ അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയില്ല വെച്ചാലും ഇവരുടെ എല്ലാം വീട്ടിൽ പോകാനോ അവർക്ക് ഇങ്ങോട്ട് വരാനും. മാടമ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെയാണ് കുഞ്ഞുകുട്ടൻ എന്ന് പറയണത് അല്ലേ? സോറി, ഞാൻ കുഞ്ഞൂട്ടൻ തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. പ്രായം കുറച്ച് കൂടുതലുണ്ടെങ്കിലും വലിയ ബഹുമാനമൊന്നും ഇല്ലാണ്ടേ വിളിച്ചിരുന്നത്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ അന്നൊക്കെ എനിക്ക് തോന്നുന്നു എഴുത്തുകളുടെ ഗുണമാണ് അതാണ്. ഞാൻ ചെയ്തു തുടങ്ങിയ കാലത്ത് ഫോൺ ചെയ്തൊന്നും അല്ല ഒന്നും ഡിസ്കസ് ചെയ്യണമൊക്കെ എഴുത്തു കൂടിയല്ലേ. അപ്പോൾ എഴുതുമ്പോൾ നമ്മൾ അത് മാത്രമാവില്ലല്ലോ, ആ വരി ഇങ്ങനെ ആയാൽ ശരിയാവുമോ എന്ന് മാത്രമല്ലല്ലോ ചോദിക്കുക, വേറെ പലതും അതിൽ കടന്നു വരും. മലയാറ്റൂരിൻ്റെ എഴുത്തുകൾ എനിക്ക് ഓർമ്മയുണ്ട്, കുറേ പോയി, 1-2 ഇനി കയ്യിലുള്ളൂ. ചിത്രങ്ങളൊക്കെ ഉണ്ടാവും,
അതിൽ മലയാറ്റൊരു പെയിൻറ്റർ കൂടിയായിരുന്നു. അതുകൊണ്ട് ചിത്രങ്ങളൊക്കെ ഉണ്ടാവും എഴുത്തിൻ്റെ ഭാഗങ്ങളിൽ. അതൊക്കെ ഒരു ഭയങ്കര പ്രിവിലേജായിട്ടാണ് തോന്നിയിട്ടില്ല. ഈ ഓത്തേഴ്സിൻ്റെയൊക്കെ പേഴ്സണൽ തോട്ട്സ്, അവർ പുസ്തകത്തിനെ പറ്റി മാത്രമല്ല അവരുടെ ജീവിതത്തിനെ പറ്റി പറയുന്നത്, ഇതെല്ലാം നമ്മൾ കേൾക്കുക എന്നുള്ളതൊരു വലിയ പ്രിവിലേജായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ബ്ലെസ്സിങ് ആയിട്ട് അവരുടെയൊക്കെ ആ അടുപ്പമൊക്കെ. താങ്ക് യു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഷയുടെ പരിമിതി എന്നുള്ള, ഇപ്പോൾ നിയോഗം എന്നുള്ളതോ യക്ഷി എന്നുള്ളതോ അത് വേറൊരു ഭാഷയിലേക്ക് നമുക്കതൊരു കൾച്ചറൽ പ്രശ്നമാണ്. നമ്മുടെ കൾച്ചറിലുള്ള പല സാധനങ്ങളും അവരുടെ ഉള്ളത് നമ്മുടെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു കുറച്ച് നേരം മുമ്പ് പറഞ്ഞതുപോലെ ഒരു പുസ്തകത്തിൽ ചെയ്യുമ്പോൾ ഒരുപാട് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കാണ് ചെയ്യണത്. ഒരുപാട് ശകാരവാക്കുകൾ നമുക്ക് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ അസഭ്യം എന്ന് തന്നെ തോന്നാവുന്ന ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിൽ വളരെ ഈസി ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് അസഭ്യമാണെന്നേ തോന്നണില്ല. അത് മലയാളത്തിലേക്ക് ആക്കാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ പരിമിതി കൊണ്ട് എനിക്ക് അങ്ങനത്തെ വാക്കുകൾ അറിയണില്ല. ഞാൻ പലരോടും ചോദിച്ച് കുറേ അസഭ്യ വാക്കുകൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേതാണ് പ്രിൻ്റബിൾ, ഏതാണ് അത് ഡിസേൺ ചെയ്യാൻ എനിക്ക് അറിയണില്ല. പക്ഷേ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നവും തോന്നില്ല. അതുപോലെ തന്നെ ശകാരം എന്നുള്ളത് ഞാനൊരു കേഴ്സ് വേർഡുകളെ ഞാൻ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. മാറി വരുന്ന ഭാഷ, ഇപ്പോൾ LGBTQ റൈറ്റ്സിൻ്റെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, പാട്രിയാർക്കിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പലതിനെ പാട്രിയാർക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ വലിയ കടുപ്പമുള്ള വാക്കുകളാണ്. മലയാളത്തിൽ നമുക്കതൊരു സാധാരണ കൺവെർസേഷൻ നടത്താൻ പാകത്തിനുള്ള വാക്കുകളില്ല എന്ന് പലപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് ഒച്ച എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പുതിയ വാക്കുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ മോട്ടീവ്. ഒന്നും കിട്ടണില്ല, പക്ഷേ അതാണ് ശ്രമം. അല്ല, ഞാൻ ആ ഭാഷയുടെ പരിമിതിയെ പറ്റിയിട്ട് സാറിനൊന്ന് സംസാരിക്കാൻ പറ്റുമോ? എന്നെ അലോസരപ്പെടുത്തുന്ന ഭാഷയുടെ പരിമിതിയല്ല, ഈ വാക്കുകളുടെ അർത്ഥം ഇന്ന് മാറിപ്പോയി എന്നുള്ളതാണ്. ഞാൻ 2-3 എക്സാമ്പിൾസ് പെട്ടെന്നൊന്ന് പറയാം. ഞാൻ ബേസിക്കലി തിരുവല്ലക്കാരനാണ്. ഞാൻ പുതിയകാവിൽ 5 സെൻറ്റ് വസ്തു വാങ്ങിച്ച് വീട് വെച്ച്. സോ ഐ എം പ്രൗഡ് ടു സേ ദറ്റ് ഐ എം ഫ്രം തൃപ്പൂണിത്തറ. ഫാമിലി എവിടെ താമസിക്കുന്നത്. ഐ ഹെയിൽ ഫ്രം തിരുവല്ല ബട്ട് ഐ എം ഫ്രം തൃപ്പൂണിത്തറ. ഞാനിപ്പോൾ ചോദിക്കുമ്പോൾ തിരുവല്ലക്കാരനല്ല തൃപ്പൂണിത്തക്കാരനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ തിരുവല്ലയിൽ പോകുമ്പോൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ കൂടെയുള്ള അപ്പുറത്തിപ്പുറത്തുള്ള റിലേറ്റീവ്സും നൈബേഴ്സും ചോദിക്കും, മോനെ പണി വല്ലതും ആയോ? അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത് ഇല്ലേ. ഇന്ന് നമ്മൾ കൊച്ചിക്കാർ പറയുന്ന അവന് 8ൻ്റെ ഒരു പണി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ പണി എന്ന് പറയുന്ന ജോലി എന്ന വാക്ക് ഇന്ന് മാറി അതൊരു ഹിൻഡറൻസ് എന്നുള്ള അർത്ഥത്തിലേക്ക് ഈ പണി എന്ന വാക്കിൻ്റെ അർത്ഥം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത വാക്ക് പൊങ്കാല എന്നുള്ളതാണ്. ആറ്റുകാൽ പൊങ്കാല നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ വിശിഷ്ടമായ ഒരു പൂജാ പദ്ധതിയാണ്. ആ ക്ഷേത്രത്തെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് വിളിക്കപ്പെടുന്നത്. നന്മയുടെ മേൽ തിന്മയുടെ വിജയം എന്നാണ് ആ ഒരു പ്രോസസ്സിനെ പറയുന്നത്. നമ്മളിപ്പം കേൾക്കുന്നത് എന്താ? അല്ല, ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പം കേൾക്കുന്നത് എന്താണ്? ആക്ടർ ജയസൂര്യ മന്ത്രി പറഞ്ഞപ്പോൾ നമ്മുടെ ഈ വിഡ്ഢി ശുങ്കരന്മാർ ശ്രീലങ്കൻ ക്രിക്കറ്റ് പ്ലെയർ ജയസൂര്യയുടെ ഫേസ്ബുക്ക് പേജ് പൊങ്കാല ഇട്ടു. നിങ്ങളൊന്ന് ആലോചിക്കണം, പൊങ്കാല എവിടെ കിടക്കുന്നു, ഈ പൊങ്കാല എവിടെ കിടക്കുന്നു? വിശുദ്ധമായ ഒരു പൂജാരീതിയെ അപകർഷം അല്ല എന്താ പറയുക, അസഭ്യ വർഷം പറയുന്ന ഒരു വാക്കായിട്ട് ഈ പൊങ്കാലയുടെ അർത്ഥം മാറി എന്നുള്ളതാണ്. ഇറ്റ്സ് എ ഡേഞ്ചറസ് ട്രെൻഡ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അടുത്ത വാക്ക് പണി, വള്ളി. ഈ പറഞ്ഞ പോലെ ചെറുപ്പകാലത്ത് അപ്പച്ചൻ കൃഷി ചെയ്യുമായിരുന്നു. അപ്പം പയറൊക്കെ നല്ലോണം പടർന്ന് വരണമെങ്കിൽ വള്ളി കെട്ടി കൊടുക്കണം. അപ്പം വള്ളി എന്ന് പറഞ്ഞാൽ ഒരു താങ്ങാണ്, ഒരു പോസിറ്റീവ് അപ്രോച്ചാണ്. ഇന്ന് നമ്മൾ പറയുന്നത്, എടാ ആ ഭാഗത്തേക്ക് പോകില്ല, നിനക്ക് നല്ല പണി കിട്ടും. അല്ല, നീ അത് വലിയൊരു വള്ളിക്കെട്ടാണ്. ആ ഭാഗത്തേക്ക് പോകല് അത് വലിയൊരു വള്ളിയാണ്. അപ്പോൾ ഈ താങ്ങുക, പടരുക എന്ന് പറയുന്ന വള്ളി മാറി ഇന്ന് അത് നിനക്കൊരു ഒരു എന്താ പറയുന്ന ഒരു ട്രാപ്പ് എന്ന രീതിയിൽ വന്നിരിക്കുക. അപ്പം വാക്കുകളുടെ അർത്ഥം മാറി. നമ്മൾ ഇപ്പോഴത്തെ ജെൻസി ഉപയോഗിക്കുന്ന വാക്ക് എന്താ? സഡായിപ്പോയി, പോസ്റ്റായിപ്പോയി, സീനാക്കല്ലേ, ഡാർക്കാക്കല്ലേ. അപ്പോൾ ഈ വാക്കുകളൊക്കെ ട്രാൻസ്ലേറ്റേഴ്സിനെ സംബന്ധിച്ചോളം വലിയൊരു ചാലഞ്ചാണ്. കാരണം ഈ ട്രാൻസ്ലേറ്റേഴ്സ് ഇന്നത്തെ ട്രെൻഡിലുള്ള ജെൻസിയോടൊപ്പം സഞ്ചരിച്ചില്ല എങ്കിൽ
ഉറപ്പായിട്ട് ആ സംഭവം അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനേ പറ്റില്ല. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് എപ്പോഴും പറയും, നിങ്ങൾ 2 ഭാഷകൾ അറിയാമെങ്കിൽ ഒരാൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. പറ്റില്ല. നിങ്ങൾക്ക് ആ ഭാഷയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതിൻ്റെ സൗന്ദര്യം പക്ഷവും അതിൻ്റെ യൂസേജും പുതിയ ട്രെൻഡുകൾ എങ്ങനെ ഈ ഭാഷ മാറുന്നു. ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ അവർ പുതിയ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും തേടാൻ ശ്രമിക്കുന്നു. അപ്പം ട്രാൻസ്ലേറ്റർ ഷുഡ് ബി എ വൊറേഷ്യസ് റീഡർ ഓൾസോ. എന്നെങ്കിലേ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. ഈ ഭാഷാപരമായിട്ടുള്ള പ്രശ്നത്തിന് എനിക്ക് സന്തോഷ് അലക്സിനോട് വിയോജിക്കാനാണ് താല്പര്യം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഷയ്ക്ക് ഒരു ജനാധിപത്യ സ്വഭാവം എല്ലാ കാലത്തും ഉണ്ടാവണം എന്നൊരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം വെച്ചാൽ ഇപ്പോൾ പൊങ്കാലി ആയാലും പണി ആയാലും അല്ലെങ്കിൽ മറ്റൊരു വള്ളി ആയാലും ഞാൻ പറഞ്ഞ അതിനൊരു ഡിഫൈൻഡ് മീനിങ് ഉണ്ട്. പക്ഷേ വീണ്ടും ഇപ്പോൾ കാലാന്തരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചുറ്റുപാടുകളിൽ അതിനൊരു പുതിയ ഡെഫിനേഷൻ കൂടി വരുന്നത് നല്ലതല്ലേ സത്യത്തിൽ? അങ്ങനെയല്ലേ ഒരു ഭാഷയുടെ ബഹുസ്വരത കൂടുതൽ അതിൻ്റെ ചില്ലകളിലേക്ക് പടർന്ന് കയറുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഷയ്ക്ക് നിയതമായ ഒരു വേലിക്കെട്ട് അല്ലെങ്കിൽ അത് ഒരു പ്രകടമായ ഒരു ഫെൻസിങ്ങോ അല്ലെങ്കിൽ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഫെൻസിങ്ങോ നമ്മൾ ഭാഷയ്ക്ക് വെക്കണം എന്ന് നിഷ്കർഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വന്നോട്ടെ, പലതരത്തിലുള്ള ഒഴുക്കിൽ തോന്നില്ല. സന്തോഷം അങ്ങനെ പറഞ്ഞ ഹി സെഡ് യു ഷുഡ് കീപ്പ് അപ്പ് വിത്ത് ദ ന്യൂ മീനിങ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുമായിട്ട് പൊരുത്തപ്പെടണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. കാരണം ഒരു ഭാഷയെ കൂടുതൽ അതിൻ്റെ വളർച്ചയുടെ ശിഖരങ്ങളിലേക്ക് കടന്നു പോകാൻ അത് സഹായിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് മനസ്സിലാവാതെ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ചേഞ്ച് മനസ്സിലാവാതെ ഒരു കാലത്ത് തല്ലിപ്പൊളി പിന്നീട് അടിപൊളിയായി. അപ്പം അത് പൊളി എന്ന് പറഞ്ഞാൽ ഏത് അർത്ഥത്തിലാണെന്നുള്ളത് ആ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ടും കാലം നോക്കിയിട്ടും എഴുത്തിൻ്റെ കാലം നോക്കിയിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഞാൻ അതിനെ ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. അതായത് ഒരു കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യുകയോ അല്ലെ മോണോആക്റ്റോ മിമിക്രി കാണിച്ച ആൾക്കാർ കൂവിക്കഴിഞ്ഞാൽ നമ്മൾ പതറിപ്പോവുമായിരുന്നു, ഇല്ലേ? നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ന് കൂവുക എന്ന് പറയുന്നത് പതർച്ചയുടെ ഭാഗമല്ല, അത് എൻകറേജ് ചെയ്യുക എന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ CM അമേരിക്കയിൽ പോയി ടൈംസ് ന്യൂസ് കോറിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ യങ് ജനറേഷൻ ദ മലയാളീസ് അവർ ചെയ്ത് കണ്ടാണ്. അവർ ഹൂട്ട് ചെയ്യുമായിരുന്നു, ഹൗൾ ചെയ്യുമായിരുന്നു. അത് കളിയാക്കലല്ല. ഇന്ന് ആ കളിയാക്കൽ മാറി അത് എൻകറേജ്മെൻ്റ് ഭാഗമായി മാറി. അപ്പോൾ അത് മനസ്സിലാക്കാതാണ് ഒരു വിവർത്തകൻ ഇന്ന് വിവർത്തനം ചെയ്യുന്നുവെങ്കിൽ പാളിപ്പോകുന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇനി വേറൊരു ഇപ്പോൾ പാളിപ്പോകുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ചോദിക്കണേ. ഞാൻ എവിടെയോ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഉംബർട്ടോ ഒക്കെ ആണ് പറഞ്ഞേ തോന്നുന്നു, ട്രാൻസ്ലേഷൻ ഈസ് ദ ആർട്ട് ഓഫ് ഫെയിലിയർ എന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ട്രാൻസ്ലേഷൻ എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ 2 ചോദ്യമാണ്. വാട്ട് ഡു യു കൺസിഡർ ആസ് ഫെയിലിയർ ട്രാൻസ്ലേഷൻ്റെ? പിന്നെ എപ്പോഴെങ്കിലും ഇതേപോലെ ഒരു ഫെയിലിയർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എനിക്കിത് ചെയ്യാൻ പറ്റണില്ല എന്നുള്ള ഒരു ഇത് തോന്നിയിട്ടുണ്ട്? സോഫ ചെയ്തതിലൊന്നും പറ്റില്ല എന്ന് തോന്നിയിട്ടില്ല. മാറ്റി വെച്ച് പിന്നീട് ചെയ്ത് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പലപ്പോഴും. ആ ഒരു ഇതങ്ങോട്ട് ശരിയായില്ല തോന്നി തൽക്കാലത്തേക്ക് അത് മാറ്റി വെച്ച് പിന്നെയും ചെയ്ത് ശരിയായി എന്നൊരു പകുതി ബോധ്യമെങ്കിലും വരണവരെ ഇതാക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അല്ലാണ്ട് പിന്നെ ചിലത് ഇപ്പോൾ പ്രസന്ന പറഞ്ഞ മാതിരി നമുക്ക് വഴങ്ങാത്ത ഭാഷയാണെങ്കിൽ, ഇപ്പോൾ മലയാറ്റൂരിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ 2-3 പുസ്തകം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ബ്രിഗേഡിയർ കഥകൾ ചെയ്യുമോ എന്ന് ചോദിച്ചു. എനിക്കത് പറ്റില്ലായിരുന്നു. കാരണം ഒരു ബാറിൽ കുറച്ച് ആണുങ്ങൾ മാത്രം ഇരുന്ന് സംസാരിക്കുന്നതാണത്, അതിലെ എല്ലാ കഥകളും. ആ ഭാഷ, അവരുപയോഗിക്കുന്ന ഭാഷ, അവരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒട്ടും പരിചിതമല്ലാത്തതാണ്. അപ്പോൾ ഞാൻ അത് ചെയ്തില്ല, വേറെ ഏതെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് മറ്റത് വേറെ ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. നമ്മളുടെ അനുഭവത്തിലില്ലാത്ത ഇപ്പോൾ ഈ അസഭ്യവാക്കുകളുടെ നമ്മുടെ വൊക്കാബുലറിയിലില്ലാത്ത വാക്കുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നാച്ചുറലായിട്ട് വരില്ലല്ലോ ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക്. അതെപ്പോഴും ഒരു പ്രശ്നമാണ് നമ്മുടേതല്ലാത്തൊരു ഭാഷ ചെയ്യേണ്ടി വരുന്നത്. ഐ ഡോണ്ട് മീൻ എ ലാംഗ്വേജ് യു ഡോണ്ട് നോ, ഐ മീൻ എ ലാംഗ്വേജ് യു ഡോണ്ട് ഓൺ. നോട്ട് യുവർ ലാംഗ്വേജ്. ഇറ്റ്സ് നോട്ട് ദ കൈൻഡ് ഓഫ് വേർഡ് യു വുഡ് യൂസ്. Say I'm doing it in English. It's not my English. It's not the kind of language I would use when I'm speaking in English. ആ ഒരു പ്രശ്നമുണ്ട്. ചില ഭാഷകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല.
അതിൻ്റെ ഒപ്പം തന്നെ വാട്ട് ഡു യു കൺസിഡർ ആസ് എ ഫെയിൽഡ് ട്രാൻസ്ലേഷൻ? Failed translation. Two things. One, we should be conveying what the author intended and not our own idea of what should be said. അപ്പോൾ ഓത്തറിൻ്റെ ഇൻറ്റൻഷൻ ഇൻ റൈറ്റിംഗ് ദാറ്റ് കൺവേ ചെയ്യാൻ പറ്റാത്തൊരു ട്രാൻസ്ലേഷൻ ഒരു ഫെയിൽഡ് ട്രാൻസ്ലേഷൻ ആണ്. പക്ഷെ മറ്റേ സൈഡ് എന്താ വെച്ചാൽ റീഡബിലിറ്റി ഇല്ലാത്തൊരു ട്രാൻസ്ലേഷനും however sincerely done, however close to the original, ഒരു ഫെയിൽഡ് ട്രാൻസ്ലേഷനാണ്. കാരണം റീഡബിൾ അല്ലെങ്കിൽ ആരും വായിക്കില്ല. നമ്മൾ എന്തിനാ ഇത് ചെയ്യുന്ന ബാക്കിയുള്ളവർ വായിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ റീഡബിലിറ്റി കൂടി വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ആ രണ്ട് വിധത്തിലും ഫെയിൽ ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ട്രാൻസ്ലേഷൻ എക്സ്പീരിയൻസിൽ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാൽ വായിച്ച ചില അൺഅക്സെപ്റ്റബിൾ ട്രാൻസ്ലേഷനിൽ ഒരെണ്ണം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഞാൻ അംബികാസുധൻ മാങ്ങാടിൻ്റെ എൻ മഗജെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുകയും ഞാൻ ഹിന്ദിയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു, ജി ദേവിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേറ്റർ അത് ഇംഗ്ലീഷിലേക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു കോപ്പിയും കൂടെ അയച്ചു തരാം, ചിലപ്പം കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മക്മില്ലൻ പബ്ലിഷ് ചെയ്ത കോപ്പി എനിക്ക് ലഭിക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ബാഡ് ട്രാൻസ്ലേഷൻ. എൻ മഗജെ വായിച്ചിട്ടുള്ളവർക്കറിയാം, അതിനകത്ത് തുടങ്ങുമ്പോൾ പറയുന്നത് പുരുഷനും സ്ത്രീയും എന്നോട് പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കാട്ടിൽ കിടന്നൊരു ഒരു കുഞ്ഞിനെ കിട്ടും, കുഞ്ഞിനെ കിട്ടും. അപ്പോൾ അതിനെ ചൊല്ലി അവർ തർക്കമുണ്ടാകുന്ന ഒരു സീനിൽ ഈ പുരുഷൻ സ്ത്രീയോട് പറയുന്നു, ഈ കുട്ടി നമുക്കൊരു പുലിവാലായി മാറും കേട്ടോ എന്നുള്ളത്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മക്മില്ലൻ പബ്ലിഷ് ചെയ്തത്, ജെ ദേവിക ട്രാൻസ്ലേറ്റ് ചെയ്തത്, ലിറ്ററൽ ട്രാൻസ്ലേഷൻ, ഐ തിങ്ക് ദിസ് ചൈൽഡ് വിൽ ബിക്കം എ ടൈഗേഴ്സ് ടെയിൽ ഫോർ അസ്. നിങ്ങൾ വിശ്വസിക്കത്തില്ല, സത്യം പറയാണ്. ഞാൻ പോരാൻ തിരക്കുള്ളതുകൊണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തില്ല. 2 ബുക്കും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പ്രസൻറ്റിനെ ഏൽപ്പിക്കാം. ഇംഗ്ലീഷിൽ മലയാളത്തിലെ സെൻറ്റൻസും ഇംഗ്ലീഷിലും. ഇറ്റ് വിൽ ബിക്കം എ ടൈഗേഴ്സ് ടെയിൽ ഫോർ അസ്. ആ എൻറ്റയർ ട്രാൻസ്ലേഷൻ മോശം ട്രാൻസ്ലേഷനാണ്. ഞാൻ മാഷെ വിളിച്ചു, ഇങ്ങനെ ട്രാൻസ്ലേഷൻ മോശമാണെന്നപ്പോൾ എന്നോട് മാഷ് പറഞ്ഞു, സന്തോഷം ഒരു കാര്യം ചെയ്യുക, എവിടെയൊക്കെയാണ് ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ശരിയാകാതെ വന്നത് അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് അയച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മൊത്തം ബുക്കും മാർക്ക് ചെയ്യേണ്ടി വരും, അത് റീട്രാൻസ്ലേറ്റ് ചെയ്യാതെ വേറെ ഒരു സാധ്യതയും ഇല്ല അതിന്. അപ്പോൾ അവിടെ വന്നപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ മക്മില്ലൻ പബ്ലിഷ് ചെയ്ത ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് റീഡേഴ്സിൻ്റെ കയ്യിലെത്തുമ്പോൾ അവർ വിചാരിക്കുന്നത് ഈ ട്രാൻസ്ലേഷൻ ബോറാണ്. അപ്പം ഒറിജിനൽ ഓഥർ ഇൻറ്റൻഡ് ചെയ്ത ആ ഭാവം പോലും ഈ ട്രാൻസ്ലേഷൻ വരാത്തപ്പം അവർ തന്നെത്താനെ ബലിയാടായി ആ ഓഥറിനെയും കൂടി ബലിയാടാക്കി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ, ട്രാൻസ്ലേറ്റർ ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് ദ ഓഥർ എന്നുള്ളതാണ്. അതിനിപ്പോൾ ഒരു തിയറി ഉണ്ട് തോന്നുന്നു. ലൈക്ക് എനിക്കൊരു ഭയങ്കര ഒരു കല്ലുകടിയായിട്ട് തോന്നിയിട്ടുള്ളത് ചെമ്മീൻ, വൺ ഓഫ് ദ ഏർലിയർ ട്രാൻസ്ലേഷൻസ്, പൊന്നിൻകുടം എന്നുള്ളതിന് പോട്ട് ഓഫ് ഗോൾഡ് എന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഈ പറഞ്ഞ മാതിരി ലിറ്ററൽ ട്രാൻസ്ലേഷൻ. പൊന്നിൻകുടം എന്ന് നമ്മൾ വിളിക്കുന്നതിന് ഒരു ഇംഗ്ലീഷ് ഈക്വലൻറ്റ് സ്വീറ്റ് ഹാർട്ട്ന്നോ അങ്ങനെ എന്തെങ്കിലും പറ്റുള്ളൂ. അല്ലാണ്ട് ഈ പോട്ട് ഓഫ് ഗോൾഡ് ഇംഗ്ലീഷുകാരന് റെയിൻബോൻ്റെ അറ്റത്തുള്ള ട്രഷറാണ്, ദ പോട്ട് ഓഫ് ഗോൾഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ റെയിൻബോ. അല്ലാണ്ട് ഒരു എൻഡിയർമെൻ്റ് അല്ല. ഐ മീൻ എ ഗ്രേറ്റ് പേഴ്സൺ ഡിഡ് ഇറ്റ്. പക്ഷെ എന്നാലും എനിക്കതൊരു കല്ലുകടിയായിട്ട്. ബട്ട് ലോട്ട്സ് ഓഫ് പീപ്പിൾ ലൈക്ക് ദേവിക സേ ദാറ്റ് ഈസ് വാട്ട് ദ ട്രാൻസ്ലേഷൻ ഷുഡ് ബി. ഐ മീൻ ഇറ്റ്സ് ദേ റീറ്ററേറ്റ് ദാറ്റ് ഈസ് ദ വേ ഇറ്റ് ഷുഡ് ബി. അത് ഓരോരുത്തരുടെ ഐ വുഡൻറ്റ് ഡു ഇറ്റ്, ബട്ട് ദെൻ maybe she thought she should. എനിക്കും ഇങ്ങനെ ഒരു ബാരിയർ ഫീൽ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് അതിൻ്റെ ഒരു മൂലഭാഷയും ലക്ഷ്യഭാഷയും ഒരുപോലെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കണം എനിക്ക് അങ്ങനെ ഒരു ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഫീൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഞാനിപ്പോൾ തസ്ലീമയുടെ നോവൽ ചെയ്യുമ്പോൾ എനിക്കത് ഒരു 2.5 മാസം കൊണ്ട് ചെയ്യാൻ പറ്റി. പക്ഷേ അതേസമയം ടാഗോറിൻ്റെ വളരെ പ്രശസ്തമായ ചോഖേർ ബാലി എന്നുള്ള നോവൽ ഞാൻ 5 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. പലപ്പോഴും അത് തത്തുല്യമായ വാക്കുകൾക്ക് വേണ്ടി ദിവസങ്ങളോളം കാത്തിരുന്ന ശേഷം ഒരു പാരഗ്രാഫിൽ പാരഗ്രാഫിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത പല ദിവസങ്ങളുണ്ടായിരുന്നു. ഞാൻ പറയുന്നത്, ഒരു കൃതി ആവശ്യപ്പെടുന്ന സമയം ഓരോ ട്രാൻസ്ലേറ്ററും ആ കൃതിക്ക് കൊടുക്കണം. എന്നാൽ മാത്രമാണ് അതിനോട് നീതി പുലർത്തിക്കൊണ്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം.
ഈ സമീപകാലത്ത് ഒരു പബ്ലിഷിംഗ് ഹൗസ് കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് അത് ബംഗാളിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ അവർക്ക് തന്നെ വായിച്ചു നോക്കുമ്പോൾ എന്തോ ഒരു ശരികേട്, എന്തോ ഒരു ശരിയില്ലായ്മ തോന്നിയതിൻ്റെ പേരിൽ അതിൻ്റെ ചാർജിലുള്ള അതിൻ്റെ ഒരു ചുമതലക്കാരനായിട്ടുള്ളൊരു കക്ഷി എനിക്ക് അയച്ചു ഒന്ന് വായിച്ച് ഒന്ന് പറയണം എന്ന് പറഞ്ഞു. സത്യത്തിൽ ആ പുസ്തകങ്ങൾ മുഴുവൻ എനിക്ക് ഓൾമോസ്റ്റ് റീറൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു എന്നുള്ളത്. അത് ഭയങ്കര ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം കംപ്ലീറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത ട്രാൻസ്ലേറ്റർ വിട്ടുകളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒറിജിനൽ ടെക്സ്റ്റുമായിട്ട് ഭാഗ്യത്തിന് അതെല്ലാം ചെറിയ പുസ്തകങ്ങളായിരുന്നു, കുട്ടി പുസ്തകങ്ങളായിരുന്നു, കുട്ടികൾക്കുള്ള പുസ്തകങ്ങളായിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റി. അല്ലെങ്കിൽ 1-2 പുസ്തകങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തളർന്ന് അവശനായി അത് മടക്കി അയക്കേണ്ടി വരുമായിരുന്നു. മടക്കി അയച്ചാൽ ഉണ്ടാവുന്ന അപകടം ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ അത് കുട്ടികളായ വായനക്കാരിലേക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള പുസ്തകം വായിക്കുന്ന മുതിർന്നവർക്കോ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വളരെ എന്താ പറയുക, ഒട്ടും തന്നെ ആശാസ്യമല്ലാത്ത പലതരത്തിലുള്ള ഇടപെടലുകൾ ട്രാൻസ്ലേഷൻ്റെ പേരിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരിഭാഷാ കൃതികൾ സ്വീകരിക്കുന്ന, പരിഭാഷാ കൃതികൾ വായിക്കുന്ന ഒരു വായനാ സമൂഹമാണ് മലയാളത്തിലും കേരളത്തിലും ഉള്ളത്. പക്ഷെ ചില ട്രാൻസ്ലേഷൻസ് എങ്കിലും നമ്മൾ ചില കൊമേഴ്ഷ്യൽ താല്പര്യങ്ങളുടെ പുറത്ത് വായനക്കാരനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നാണ് വായനക്കാരൻ എന്ന നിലയ്ക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ ട്രാൻസ്ലേഷൻ്റെ ക്വാളിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു അക്കാഡമിക് തലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഈ അക്കാഡമിക് തലത്തിൽ എന്താണ് സാഹിത്യ വിവർത്തനം, അതിൻ്റെ വ്യാപനം, അതിൽ ആ ഏരിയയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഗൗരവമായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല, അക്കാഡമിക് ലെവലിൽ വളരെ കുറവേ ലിറ്റററി ട്രാൻസ്ലേഷൻസ് വരുന്നുള്ളൂ. എനിക്കറിയാവുന്ന 2 സ്ഥാപനങ്ങൾ, ഒന്ന് അശോക യൂണിവേഴ്സിറ്റിയിലെ ദ സെൻറ്റർ ഫോർ ട്രാൻസ്ലേഷൻ അശോക യൂണിവേഴ്സിറ്റി, അവർ ട്രാൻസ്ലേഷൻസ് വർക്ക്ഷോപ്സും സെമിനാർസും നടത്തുന്നുണ്ട്. പിന്നൊന്ന് ഒരു നല്ലൊരു വർക്ക് വരുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മുംബൈ, ടിസ്. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അദ്ദേഹം ഒരു ട്രാൻസ്ലേഷൻ കളക്റ്റീവ് തുടങ്ങിയിട്ടുണ്ട്. അവർ ഇന്ത്യൻ ലാംഗ്വേജസിൽ നിന്നുള്ള നല്ല മികച്ച നോവലുകൾ ആ റീജിയണൽ ലാംഗ്വേജസിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതൊഴിച്ചാൽ നമുക്ക് മിക്ക കോളേജുകളിലും ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ട്രാൻസ്ലേഷൻ സ്റ്റഡീസും ഒക്കെ ഉണ്ട്. പക്ഷേ കാര്യമായിട്ട് നല്ല വർക്കുകൾ അവിടെ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യാവസ്ഥ. സമയം കുറവുണ്ടോ? ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് തരാം. ഈ ട്രാൻസ്ലേഷൻ അക്കാഡമി എന്നുള്ളൊരു പുതിയ സംരംഭത്തിൽ ഇവിടെ തുടങ്ങിയ ആളാണ്. വേറെ കേരളത്തിൽ എനിക്ക് തോന്നണില്ല വേറൊരാളും ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ. അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇൻ്റർനാഷണൽ ട്രാൻസ്ലേഷൻ അക്കാഡമി എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഇത് തൃപ്പൂണിത്തുറ ബേസ്ഡ് ആണ്. നമ്മളൊരു ട്രസ്റ്റ് ആയിട്ടാണ് ഇതിനെ രൂപീകരിച്ച് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇതിൽ 70 ലൈഫ് മെമ്പേഴ്സ് ഉണ്ട്. മറ്റുള്ള ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസും കോളേജസുമായിട്ട് ടൈപ്പ് ചെയ്ത് ട്രാൻസ്ലേഷണൽ സെമിനാർസ് കണ്ടക്ട് ചെയ്യുക, വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുക. അതുപോലെ ഞാൻ മുമ്പേ ചർച്ച ചെയ്തപ്പെട്ട പോലെ പോയിറ്റ്സ് ട്രാൻസ്ലേറ്റിംഗ് പോയിറ്റ്സ്, അങ്ങനെ ഒരു ആശയം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇപ്പം മലയാളം ടു ഇംഗ്ലീഷ് ടു മലയാളം ആണെങ്കിൽ 5 മലയാള കവികളെയും 5 ഇംഗ്ലീഷ് കവികളെയും ഇവിടെ നമ്മൾ തൃപ്പൂണിത്തുറയിൽ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു 1 വീക്ക് വർക്ക്ഷോപ്പ്. അപ്പോൾ 5 മലയാള കവികളുടെ കവിതകൾ ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ 5 കവികളുടെ മലയാളത്തിലേക്കും അത് അക്കാഡമി പബ്ലിഷ് ചെയ്യും. ഇത് മറ്റൊരു ഇതാണ്. പിന്നെ എൻഡേഞ്ചേർഡ് ഭാഷകളുണ്ടെങ്കിൽ അതിനെ രക്ഷിക്കാനുള്ള ശ്രമം. പക്ഷേ ഇതിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഫണ്ടിങ് ഏറ്റവും ആവശ്യമാണ്. ഞാനും എൻ്റെ വൈഫ് ഇവിടെ ഇരിപ്പുണ്ട്, ജയ്. ഞങ്ങൾ രണ്ടും കൂടാണ് ഇത് നടത്തുന്നത്. വൈഫും 5 ഭാഷ സംസാരിക്കുന്ന ആളാണെന്നാണ് ഞാൻ കേട്ടത്. ജയ് ഷീസ് ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ പൂനെ. അപ്പോൾ ജയ് എൻ്റെ പോലെ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, മറാഠി സംസാരിക്കും. ഞാൻ തെലുഗു എക്സ്ട്രാ സംസാരിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി 9 ഭാഷകൾ സംസാരിക്കും. അപ്പോൾ പുള്ളിക്കാരിയാണ് ട്രാൻസ്ലേഷൻ അക്കാഡമിയുടെ സെക്രട്ടറി, ഞാൻ എൻ്റെ ഓണററി ഡയറക്ടറാണ്. ഞങ്ങൾക്ക് 70 പേര് ഇതിൽ ഗ്രൂപ്പിലുണ്ട്. ഇന്ത്യയിലെ പല ഭാഷകളിലുള്ള വളരെ പ്രശസ്തരായ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. ട്രാൻസ്ലേഷനിൽ മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ അക്കാഡമിയായിട്ട് ബന്ധപ്പെടാം. ഏതായാലും അതും തൃപ്പൂണിത്തുറ തന്നെ തുടങ്ങിയതിൽ വളരെ അഭിമാനമുണ്ട്. താങ്ക് യു. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ 2 ചോദ്യത്തിനേ സമയമുള്ളൂ. അത് കുറച്ച് പ്രിസൈസായിട്ട് വലിയ നീളത്തിലല്ലാതെ ചോദ്യം ചോദിക്കണം എന്ന്.
നാടകങ്ങൾ ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടോ? അത് എക്സാക്ട്ലി നാടകം എന്ന് പറയാം, നാടകമാണ്. പക്ഷേ അത് ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥ എന്ന നാടകം നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള അഭിനയ തിയേറ്റർ ആൻഡ് റിസർച്ച് സെൻറ്റർ അവർ ഓൾ ഇന്ത്യ ഡ്രാമ കോമ്പറ്റീഷന് വിശാഖപട്ടണത്ത് വരികയും ആ പ്രൊഫഷണൽ നാടകം കണ്ടിട്ട് ഞാൻ വളരെയധികം ആകർഷണമായിട്ട് ഞാൻ രഘുത്തമൻ സാറിനെ കോൺടാക്റ്റ് ചെയ്ത് ആ നാടകം അങ്ങനെ തന്നെ അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ ബുക്കായിട്ട് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്, സിദ്ധാർത്ഥ നാടകരൂപത്തിൽ. ഓക്കെ ഓക്കെ മലയാളത്തിൽ കളിക്കാൻ പറ്റില്ല. ഇതാണ് ബംഗാളി ഭാഷയിൽ നിന്ന് ടാഗോറിൻ്റെ നാടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു വലിയ പുസ്തകമുണ്ട്. അതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ബംഗാളി നാടകങ്ങളുടെ ഏക വിവർത്തനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. പിന്നെ ബാദൽ സർക്കാരിൻ്റെ കുറച്ച് നാടകങ്ങൾ വളരെ പണ്ട് എബോങ് ഇന്ദ്രജിത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില നാടകങ്ങൾ ബംഗാളിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് പുസ്തക രൂപത്തിലായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഉണ്ട്. എബോങ് ഇന്ദ്രജിത്ത് ഉണ്ട് അല്ലേ? ഉണ്ട്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ, ഈ അൺട്രാൻസ്ലേറ്റബിലിറ്റി എന്ന് പറഞ്ഞൊരു ഹേർഡിലുണ്ടല്ലോ ചില, എസ്പെഷ്യലി വൈക്കം മുഹമ്മദ് ബഷീർ ഒരു ഭയങ്കര ഹേർഡിൽ പോസ് ചെയ്യുന്ന ആളാണ്, ബിക്കോസ് ഓഫ് ഹിസ് നിയോളജിസംസ് ആൻഡ് അൺഗ്രമാറ്റിക്കൽ സോർട്ട് ഓഫ് റൈറ്റിംഗ്. അപ്പോൾ ആർ ഇ ആഷറാണ് ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ചെറിയ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നേരത്തെ പോർട്ട് ഓഫ് ഗോൾഡ് വന്നിട്ടുള്ള ചെമ്മീനാണ്, വി കെ നാരായണ മേനോൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അപ്പോൾ അതിനൊരു ആഷർ പറയുന്നത്, ഇപ്പം എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മലയാളത്തിൽ തന്നെ അതൊരു നോർമൽ ഒരു സാധനമല്ലല്ലോ, നോർമലായിട്ടല്ല അതിരിക്കുന്നത്. എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു പറഞ്ഞാൽ ലിറ്ററൽ അല്ല. സോ വാട്ട് ഹി ഡിഡ് വാസ് മീ ഗ്രാൻഡ് ഡാഡ് ആഡ് ആൻ എലിഫൻറ്റ്. അത് അവിടെ തന്നെ ട്വീക്ക്. അപ്പോൾ അവിടെ വായിക്കുന്നവർക്ക് മനസ്സിലാവണം അത് മലയാളത്തിൽ റൂട്ട് ലാംഗ്വേജിലും അത് ട്വീക്ഡ് ആയിട്ടുള്ളൊരു സാധനമാണെന്ന് മനസ്സിലാവും ആ ഇംഗ്ലീഷ് ഓഡിയൻസിനും. അതേപോലെ കള്ളബെടുക്കൂസ്, അത് ഇങ്ങൊരു പുള്ളിയുടെ സ്വന്തം ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. അപ്പം കള്ളബെടുക്കൂസിന് ട്രാൻസ്ലേഷൻ ഇല്ല. അപ്പോൾ വാട്ട് ഹി ഡിഡ് വാസ് സില്ലി മിന്നി അല്ലെങ്കിൽ സില്ലി ബൂബി. അപ്പോൾ അവരുടെ അവിടെയും സില്ലി മിന്നി ഇല്ല. സോ ഇറ്റ് ഈസ് ഓൾസോ ന്യൂലി ഫോംഡ് ബൈ ദ ട്രാൻസ്ലേറ്റർ. അപ്പം ഭയങ്കര ഫെൻറ്റാസ്റ്റിക് ട്രാൻസ്ലേഷനാണ് ആർ ഇ ആഷറിൻ്റെ. 3 എണ്ണം ചെയ്തിട്ടുണ്ട്. അഷറിൻ്റെ വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ട്രാൻസ്ലേഷൻസ് അവൈലബിൾ. ആൻഡ് പുള്ളി മാം ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ കമ്മിറ്റഡ് യു ആർ ടു ദ വർക്ക്, ഹൗ കമ്മിറ്റഡ് യു ആർ എന്നുള്ളത്. ഇന്ത്യൻ ലിറ്ററേച്ചർ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് എക്സലൻറ്റ് റൈറ്റിംഗ് ഇന്ത്യൻ ലിറ്ററേച്ചറിലുണ്ട്. ഇത്രയും ഭാഷകൾ ഞാൻ വായിക്കുകയും അറിയുകയും ചെയ്യുന്നുള്ള എക്സ്പീരിയൻസിൽ നിന്ന്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ട്രാൻസ്ലേറ്റേഴ്സ്, ഡെഡിക്കേറ്റഡ് ട്രാൻസ്ലേറ്റേഴ്സ് ഇല്ല. ഇതെല്ലാം ചെയ്ത് മാം ഏറ്റവും വലിയ പ്രശ്നം വി ഡോണ്ട് ഹാവ് പബ്ലിഷേഴ്സ്. പിന്നെ ആരിതിന് മുതിരും എന്നുള്ളതാണ്. ഒരാൾ കഷ്ടപ്പെട്ട് വളരെയധികം കമ്മിറ്റഡായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് പബ്ലിഷർ ഇല്ല എന്നുണ്ടെങ്കിൽ ആരും മുതിരില്ലല്ലോ ഇതിന്. പിന്നെ അതുമല്ല, യു ഡോണ്ട് ഹാവ് പേയ്മെൻറ്റ് ഫോർ ദിസ്. അതാണ് ഏറ്റവും വലിയ രസം. ഔട്ട് ഓഫ് പാഷനാണ് ഞങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേ ബി അക്കാഡമി ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് തന്നാൽ എന്തെങ്കിലും പേയ്മെൻറ്റ് ഉണ്ടാവും. ബാക്കിയുള്ളതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, 265 റൈറ്റേഴ്സിനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആരും 5 പൈസ എനിക്ക് തന്നിട്ടില്ല. ഇറ്റ്സ് ഓൾ ഫ്രീ ഓഫ് കോസ്റ്റ്. 265 പേരുടെ, ഒരാളുടെ ഒരു കവിത, ഒരാളുടെ ഒരു കഥ, ഒരാളുടെ ഒരു നോവലിൻ്റെ ഒരു എക്സെപ്റ്റ്സ്, ഈ 265 പേരുടെയും വർക്കുകൾ ഞാൻ ചെയ്ത് ഒന്നും വാങ്ങിക്കാതെ, ആരുടെയും നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ അവരെ മറ്റൊരു ലാംഗ്വേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ദാറ്റ് മണി കൻ നോട്ട് ബൈ. അതാണ്. പ്രസന്ന, ഒരു കാര്യം കൂടി സംസാരിച്ച് അവസാനിപ്പിക്കാം. മാഡം പറഞ്ഞല്ലോ, ഒരു പാഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. പാഷൻ വളരെ പ്രധാനമാണ്. അത് എഴുത്തിലല്ല, ട്രാൻസ്ലേഷനിലാണെങ്കിൽ പോലും പാഷൻ വളരെ പ്രധാനമാണ്. ആ പാഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ആ പേര് പറയാതെ ഈ ഒരു ചർച്ച, ഈ ഒരു ഡിസ്കഷൻ, ഈ പാനൽ ഡിസ്കഷൻ പൂർത്തിയാവില്ല എന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ ഒന്ന് ഇൻ്റർഫിയർ ചെയ്തത്. ഏറ്റവും നന്നായിട്ട് മലയാളത്തിലേക്ക് ബംഗാളിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത മനുഷ്യൻ കെ രവിവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ണാണ്. അദ്ദേഹത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സായാഹ്നം വിവർത്തനത്തിൻ്റെ പല അടരുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തെ ഓർമ്മിക്കാതെ, അദ്ദേഹത്തിൻ്റെ പേര് ആവർത്തിച്ച് ഉച്ചരിക്കാതെ
മെൻഷൻ ചെയ്യാതെ നമുക്ക് ഈ വേദി വിടാൻ പറ്റില്ല. ആ ഒരു പാഷൻ്റെ അത് അദ്ദേഹം പൂർണ്ണമായിട്ടും പാഷനേറ്റായിട്ടാണ് ഈ വിവർത്തനത്തെ കണ്ടത്. അദ്ദേഹത്തെ പിന്നെ ഇൻ്റർവ്യൂ ചെയ്ത അഭിമുഖത്തിന് വേണ്ടി വന്ന വിക്രമൻ നായർ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ അദ്ദേഹത്തോട് ചോദിച്ചത് നിങ്ങൾ എത്ര തവണ ബംഗാളിൽ പോയിട്ടുണ്ടെന്നാണ്. അതിനുള്ള മറുപടി വളരെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരിക്കൽ പോലും ബംഗാളിൽ പോയിട്ടില്ല, ബംഗാളിനെ കണ്ടിട്ടില്ല. പക്ഷേ ഓരോ വരികളിലൂടെ ഞാൻ വിവർത്തനം ചെയ്ത ഓരോ വരികളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ പോയത് ബംഗാളിലാണ്, ബംഗാളിൻ്റെ ചെമ്മൺ പാതകളിലൂടെയാണ് ഞാൻ നടന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ദാറ്റ് ഡിഫൈൻസ് ഹിസ് പാഷൻ ഫോർ ദ വർക്ക്. സല്യൂട്ട് ടു ശ്രീ രവിവർമ്മ. വളരെ സന്തോഷം. കെ രവിവർമ്മയെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളെ എല്ലാവരെയും ബംഗാളിലെ ചെമ്മൺ പാതകളിൽ കൂടി അദ്ദേഹം ഒരുപാട് നടത്തിച്ചിട്ടുണ്ട്.